ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോയ്സ് എഴുതിയ നോവൽ മനക്കിലെ തത്ത. അധ്യായം 1. മേലംകുളത്ത് മനക്കിലെ ശങ്കരൻ നമ്പൂതിരിപ്പാട് മരിച്ചു. കർക്കിടകക്കാറ്റ് പോലെ ആ വാർത്ത പാലത്തുരുത്ത് ഗ്രാമത്തിലാകെ ചുറ്റിയടിച്ച് ചുഴറ്റി. മഴ പെയ്തു കുതിർന്ന ആ തണുത്ത പ്രഭാതത്തിലേക്ക്, ഗ്രാമത്തിൻ്റെ ഹൃദയത്തിലേക്ക് ആ വാർത്ത എറിഞ്ഞുകൊടുത്തത് അച്യുതൻ നായരാണ്. അയാൾ പ്രഭാതത്തിലുണർന്ന് കോട്ടുവായിട്ട് മൂരി നിവർന്ന ശേഷം പായും തലേണയും ചുരുട്ടി പടിപ്പുരക്കോലയുടെ കോണിൽ ചാരി വെച്ചിട്ട് അകത്ത് കിടന്നു നോക്കിയപ്പോൾ നമ്പൂതിരിപ്പാട് മരിച്ചു കിടക്കുന്നതായി കണ്ടു. രാത്രി മുഴുവൻ മഴ പെയ്യുന്നുണ്ടായിരുന്നു. മരങ്ങളിൽ കാറ്റ് പിടിച്ചുലയ്ക്കുന്നുണ്ടായിരുന്നു. പാലത്തുരുത്തിൽ നിന്നും ജാതിമത സാമ്പത്തിക മേൽക്കോയ്മയുടെയും പ്രതാപ ഐശ്വര്യങ്ങളുടെയും പഴക്ക് ഗന്ധമടിച്ച് കൂടിയിരുന്ന ഒരു കാലഘട്ടം നമ്പൂതിരിപ്പാടിൻ്റെ മരണത്തോടെ പാടെ അസ്തമിച്ചതായി തോമസ് ചേട്ടന് തോന്നി. ഉമ്മറത്ത് വന്നിരുന്ന മഴച്ചാറ്റിലേക്ക് കണ്ണോടിക്കവേ പുറത്തേക്ക് പോയിരുന്ന ജോസ് തിരിച്ചു വന്നു പറഞ്ഞു, മീനുവിൻ്റെ തോണി പുഴ കൊണ്ടുപോയി. തോമസ് ചേട്ടൻ അന്താളിച്ചു. പിന്നെ വേദന തോന്നി. ദശാബ്ദങ്ങളുടെ സ്മരണകൾ അയാളുടെ ഉള്ളിൽ മുറിവേറ്റ പക്ഷിയെപ്പോലെ ചിറകട്ടടിച്ചു. മീനുവിൻ്റെ തോണി ചിതലരിച്ച് വെടിഞ്ഞുകീറി പൊട്ടിപ്പൊളിഞ്ഞ് പുഴക്കരയിൽ ആ തോണി കിടക്കുന്നത് ഇന്നലെയും കണ്ടിരുന്നു. കിനാവുകളുടെ ശവകുടീരം പോലെ. എത്രയോ വർഷങ്ങളായി അതങ്ങനെ കിടന്നിരുന്നു. എല്ലാ വർഷവും പെമ്മാരി പെയ്തിട്ടുണ്ട്, കാലവർഷമുണ്ടായിട്ടുണ്ട്, പുഴ കലങ്ങിമറിഞ്ഞ് കൂലം കുത്തി ഒഴുകിയിട്ടുണ്ട്. അന്നൊന്നും ആ തോണി വലിച്ചിളക്കിക്കൊണ്ടു പോകാൻ മലവെള്ളത്തിന് കഴിഞ്ഞില്ല. ഇത്രനാൾ വരെ അത് എന്തിനും പിടിച്ചു നിന്നു. പൊടുന്നനെ നട്ടലിലൂടെ ഒരു വിറയൽ കടന്നുപോയതായി തോമസ് ചേട്ടന് തോന്നി. നടുക്കത്തോടെ അയാൾ ഓർമ്മിച്ചു, തോണി ഒഴുകിപ്പോയത് ഇന്നലെ രാത്രിയിൽ. നമ്പൂതിരിപ്പാട് മരിച്ചതും ഇന്നലെ രാത്രിയിൽ. ഇത്രനാൾ എന്തിനാ തോണി ഒലിച്ചു പോകാതെ പിടിച്ചു നിന്നു? നമ്പൂതിരിപ്പാടിൻ്റെ ജീവനെ കൂടി അഴിമുഖത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാനോ? രണ്ട് സംഭവങ്ങൾക്കും തമ്മിൽ അനൂഹ്യമായ ചില ആന്തരബന്ധങ്ങളുണ്ടെന്ന് തോമസ് ചേട്ടന് തോന്നി. ശ്രീദേവിയെ അച്ഛൻ്റെ മരണവാർത്ത അറിയിക്കാൻ സ്വന്തം മകനെ മലബാറിലേക്ക് അയച്ച ശേഷം തോമസ് ചേട്ടൻ കൂടെയും എടുത്ത് മനക്കിലേക്ക് നടന്നു. കാറ്റിലും തണുപ്പിലും നരച്ചു ചുളുങ്ങിയ ആ വൃദ്ധൻ കൂനി വിറച്ചു. പടിപ്പരയ്ക്കു ചുറ്റും കൂടിയ ആൾക്കൂട്ടത്തിൽ തോമസ് ചേട്ടനും നുഴഞ്ഞു കയറി. എത്തിക്കുത്തി നിന്ന് മൃതദേഹം കണ്ടു. തണുത്തു പിറങ്ങലിച്ച ശരീരം, ഒട്ടിയ കവിൾത്തടങ്ങളിലും താടിയിലും തിങ്ങിയ നരച്ച താടിമേശകൾക്കിടയിലൂടെ എറുമ്പുകൾ ഇഴഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പിളർന്ന കടവായ് കോണുകളിലൂടെ ഒലിച്ചിറങ്ങിയ ഉമിനീർ. ആളുകൾ മാറി നിന്ന നമ്പൂതിരിപ്പാടിൻ്റെ മരണത്തെയും മീനുവിൻ്റെ തോണി പുഴയെടുത്തതിനെയും ബന്ധപ്പെടുത്തി അഭിപ്രായങ്ങൾ പറയുന്നു. കാലത്തിൻ്റെ അസ്ഥിപഞ്ജരം പോലെ കത്തിയമർന്നും ഇടിഞ്ഞു പൊളിഞ്ഞും കിടക്കുന്ന മനയെ നോക്കി തോമസ് ചേട്ടൻ നെടുവീർപ്പയച്ചു. പടിപ്പുരയൊഴിച്ച് ബാക്കിയെല്ലാം നേരത്തെ കത്തിപ്പോയിരുന്നു. വർഷങ്ങൾക്കു മുൻപ് ഒരു രാത്രിയിൽ പാലത്തുരുത്തിനെ പ്രകാശമാനമാക്കിയ അഗ്നിനാളങ്ങൾ തൊട്ടരികിലുണ്ടായിരുന്ന സകല വൃക്ഷങ്ങളെയും ഉണക്കിക്കളഞ്ഞു. ആ പഴയ നാലുകെട്ട് ഒരഗ്നിക്കൂമ്പാരമായി തീർന്നത് തോമസ് ചേട്ടൻ ഓർത്തു. അന്ന് തീയേറ്റുണങ്ങിയ രണ്ട് വമ്പൻ മാവുകൾ ആകാശത്തേക്ക് കൊമ്പുകൾ നീട്ടി നിൽക്കുന്നു. ചില വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ വീണ്ടും തളിർത്തിട്ടുണ്ട്. വടക്കുവശത്ത് ഇരുണ്ടു നീലിച്ചു കിടക്കുന്ന വലിയ കുളത്തിൽ പായലും പൂക്കളും, ഇടിഞ്ഞു പൊളിഞ്ഞ കൽപ്പടവുകൾ, കുളത്തിലേക്ക് ചാഞ്ഞു പടർന്ന കാട്ടുവള്ളികളും പച്ചത്തഴപ്പും. നടുമുറ്റത്തും പുറംമുറ്റത്തും അസ്ഥിവാരത്തറയിലുമെല്ലാം കമ്മ്യൂണിസ്റ്റ് പച്ചയും കാട്ടുചെടികളും. തോമസ് ചേട്ടൻ ഓർക്കുകയായിരുന്നു നമ്പൂതിരിപ്പാടിൻ്റെ തകർച്ച. അദ്ദേഹം വിതച്ച കാറ്റ് പ്രചണ്ഡപാതമായി ആഞ്ഞടിച്ച് ചുഴറ്റി അവസാനം അദ്ദേഹത്തെ തന്നെ വീഴ്ത്തിക്കളഞ്ഞിരിക്കുന്നു. മനകൂടി കത്തിയെരിഞ്ഞ് നശിച്ചപ്പോൾ തകർന്നു തളർന്ന പടിപ്പുര കോണിലെ കട്ടിലിൽ വൃദ്ധനായ നായയെപ്പോലെ ചുരുണ്ടുകൂടി എത്രയോ വർഷം മരണം കാത്തു കിടന്നു നമ്പൂതിരിപ്പാട്. മനയുടെ ചിതയിലേക്ക് നോക്കിയുള്ള ആ കിടപ്പ് എന്ത് ദയനീയമായിരുന്നു. സത്കാലത്തും ദുഷ്കാലത്തും അച്യുതൻ നായർ നമ്പൂതിരിപ്പാടിന് തുണനിന്നു. അടിത്തറയിളകിയ ഗോപുരം കണക്കെ എല്ലാം തകർന്നടിഞ്ഞു വീണപ്പോഴും കൂട്ടിനു വേദനിക്കാൻ അച്യുതൻ നായർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സമ്പത്തും മാനാഭിമാനങ്ങളും തകർന്ന് നമ്പൂതിരിപ്പാട് വേദനയുടെ നൈരാശ്യത്തിലേക്ക് കുത്തിയൊലിച്ചു പോയപ്പോൾ അച്യുതൻ നായർ തൻ്റെ വേരുകൾ പിഴുതുപോകാതിരിക്കാൻ ആവത് ശ്രമിച്ചു. തൻ്റെയും അടുത്ത തലമുറയുടെയും ഭാവി ഭദ്രമാകത്തക വിധം വേണ്ടതെല്ലാം സമ്പാദിക്കുകയും ചെയ്തു. മേലംകുളത്ത് മന കത്തിയെരിഞ്ഞപ്പോൾ നമ്പൂതിരിപ്പാട് തകരുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ അദ്ദേഹം പ്രതിസന്ധികൾക്കെതിരെ ഒരു പഴയ മയൽക്കുറ്റി പോലെ പിടിച്ചു നിന്നു. പാലത്തുരുത്ത് മുഴുവൻ ഗർജിച്ചിട്ടും അച്യുതൻ നായരൊഴികെ സർവരും വെറുത്തിട്ടും തുടരെ തുടരെ കോടതികളിലെ പ്രതിക്കൂട്ടിൽ അനേകരെ അഭിമുഖീകരിച്ചു നിൽക്കേണ്ടി വന്നിട്ടും അദ്ദേഹത്തിൻ്റെ തല കുനിഞ്ഞില്ല. ഒരു പക്ഷേ അപ്പോഴൊക്കെ
അദ്ദേഹത്തിൻ്റെ മനസ്സ് കഠിനമായ അപമാനഭാരത്താൽ ഞെരിഞ്ഞു പോയിരിക്കാം. എന്നിട്ടും ചരിത്രങ്ങൾ അവശേഷിപ്പിച്ചു പോയ മേലംകുളത്ത് മനക്കിലെ നമ്പൂതിരിപ്പാട് ജയിലിൽ കയറാൻ കൂട്ടാക്കിയില്ല. വധശിക്ഷയിൽ നിന്നൊഴിവാകാൻ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നെങ്കിലെന്ത്? നിലവും പുരയിടവും തീറാധാരമെഴുതി തള്ളിയെങ്കിലെന്ത്? നമ്പൂതിരിപ്പാടിൻ്റെ കഴുത്തിൽ കുടുക്കു വീഴ്ത്താൻ ശ്രമിച്ച പാലത്തുരുത്തുകാരെ നിരാശപ്പെടുത്തിക്കൊണ്ട് വിലങ്ങുകൾ തട്ടിമാറ്റി ഇരുകൈയും വീശി അദ്ദേഹം കോടതിയിൽ നിന്നും ഇറങ്ങിപ്പോന്നു. പിന്നെ പടിപ്പുരയിൽ എത്രയോ കാലം ജീവിതം കഴിച്ചു. എന്നാൽ ആ ജീവിതം ഒരു ജീവിതമായിരുന്നില്ലെന്ന് പാലത്തുരുത്തിനറിയാമായിരുന്നു. അച്യുതൻ നായർക്കറിയാമായിരുന്നു. നമ്പൂതിരിപ്പാടിനും അറിയാമായിരുന്നു. ജീവനുള്ള ശവത്തെപ്പോലെ ജീവിച്ചു. പാലത്തുരുത്തിൻ്റെ ജന്മിയും സിംഹവുമായിരുന്ന നമ്പൂതിരിപ്പാട് പിന്നീടൊരിക്കലും പടിപ്പുര വിട്ടിറങ്ങിയില്ല. ചെയ്തുപോയ തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിച്ചില്ല. ജനിച്ചപ്പോൾ മുതൽ ശീലിച്ചു പോന്ന വഴക്കങ്ങളും ചിട്ടകളും വിശ്വാസ പ്രമാണങ്ങളും അതൊക്കെ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തില്ല. ഒരു കാലഘട്ടത്തിൻ്റെ സ്പന്ദനങ്ങളെ മാത്രം ഉൾക്കൊണ്ട, അതിനെ കൈവിടാനോ പുതിയതൊന്നിനെ സ്വീകരിക്കാനോ വിസമ്മതിച്ച ഒരു ഹൃദയം നാടുകടത്തപ്പെട്ടവനെ പോലെ ജീവിതം കഴിച്ചു. അച്യുതൻ നായർ ആഹാരം കൊടുത്തു, പരിചരിച്ചു. കത്തിപ്പോയ മനയുടെ നനഞ്ഞു മണ്ണിഴുകിയ ചാമ്പൽ കൂനയിലേക്ക് കണ്ണും നട്ട് അദ്ദേഹം നിൽക്കുന്നത് ചിലരെങ്കിലും കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നിരിക്കില്ല. തല്ലിനും കൊല്ലിനും അധികാരമുണ്ടായിരുന്നു. എത്ര പേരെ തച്ചുകൊന്നു, കൊല്ലിച്ചു, എത്ര പെൺകുട്ടികളെ നശിപ്പിച്ചു. അതൊരു കാലം. പക്ഷേ കാലം പൊടുന്നനെ കടകം തിരിയുമെന്ന് ആര് കണ്ടു? നൂറ്റാണ്ടുകളുടെ തലമുറകളുടെ പാരമ്പര്യം, അധികാരം, ആചാരാനുഷ്ഠാനങ്ങൾ, മേധാശക്തി, ജീവിതരീതി ഇവയെല്ലാം കേവലം 5-10 വർഷങ്ങളിലെ മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റേറ്റ് സംസ്കരണത്തിൻ്റെ തീയും ചൂടുമേറ്റ് ഇടിഞ്ഞു പൊളിഞ്ഞടിഞ്ഞ് കത്തിയുരുകി പോകുമെന്ന് ആർക്കാണ് മുൻവിധിയുണ്ടായിരുന്നത്? പാലത്തുരുത്ത് തന്നെ ക്ഷയിച്ചു പോയില്ലേ? ചരിത്രങ്ങൾ ഉറങ്ങുന്ന പാലത്തുരുത്ത്. ഒരിക്കൽ ഏതാനും നമ്പൂതിരി മനകളുടെ മാത്രം വകയായിരുന്ന പാലത്തുരുത്ത്. ബ്രഹ്മഗീതങ്ങൾ മുഴങ്ങിത്തുടിച്ചു നിന്നിരുന്ന ഗ്രാമം. ശംഖിൻ്റെ, ഇടയ്ക്കയുടെ, നാദസ്വരത്തിൻ്റെ, ചെണ്ടയുടെ, മൃദംഗത്തിൻ്റെ, പുല്ലാങ്കുഴലിൻ്റെ, വീണയുടെ, വയലിൻ്റെ, തകിലിൻ്റെ, ചിലങ്കയുടെ, ഇലത്താളത്തിൻ്റെ, കൂത്തിൻ്റെ, തുള്ളലിൻ്റെ, കഥകളി പദങ്ങളുടെ, ശ്ലോകങ്ങളുടെ മധുരസ്വപ്നങ്ങൾ വിങ്ങി വിതുമ്പിത്തുടിച്ച ഗ്രാമം. കൈപ്പുഴ ചുറ്റിയൊഴുകിയിരുന്നു. പിന്നെ ചരിത്രത്തിൻ്റെ മണ്ണിടിഞ്ഞു വീണ് പുഴ നികന്നു, വഴി മാറി ഒഴുകി. പാലത്തുരുത്തിൽ തകർന്നടിഞ്ഞ കാലഘട്ടത്തിൻ്റെ മൺകൂനകൾക്കിടയിൽ എത്രയെത്ര തലമുറകൾ തലചുറ്റി വീണലിഞ്ഞു. എന്തെന്ത് ജീവിതങ്ങൾ മാഞ്ഞുപോയി. പിന്നീട് മനകളും കോവിലകങ്ങളും തകർന്നു വീണു വേരറ്റ് നാമാവശേഷമായി. പുകൾപെറ്റ ഇല്ലങ്ങളുടെ ഇരുണ്ട അറകളിൽ അഗ്നി ഇരമ്പി. ഉൾത്തളങ്ങളിലേക്ക് അനിഛിദ്രങ്ങൾ തുരപ്പനെല്ലികളെപ്പോലെ കടന്നു ചെന്നു കടപുഴക്കി. തറവാടുകളിൽ നിന്ന് ചിതറിയ തായ്വഴികൾ തമ്മിൽ കൊണ്ടകോർത്തും കൊത്തിപ്പിരിഞ്ഞും അസ്ഥികൾ നശിപ്പിച്ചു. നിലങ്ങളും പുരയിടങ്ങളും തുണ്ടം തുണ്ടമായി വിറ്റും മുടിച്ചും തലമുറകൾ പാലത്തുരുത്തിനെ വിട്ട് ദേശങ്ങൾ തേടി യാത്രയായി. പാലത്തുരുത്തിൽ നിന്ന് ചരിത്രം അപ്രത്യക്ഷമായി. പ്രശാന്ത ഗംഭീരമായിരുന്ന ഗ്രാമത്തിലേക്ക് പുറത്തെ പുതുവെറി പൂണ്ട ഒരു ലോകം കടന്നുവന്നു. പുതുജീവിതവും പുതിയ മനുഷ്യരും ഉഷ്ണക്കാറ്റ് പോലെ പരതിപ്പടർന്നു. ഗ്രാമത്തിൻ്റെ കന്യകാത്വവും താൻ പോരിമയും കൈപ്പുഴയിൽ ഒഴുകിച്ചേർന്ന് മലവെള്ളത്തോടൊപ്പം പടിഞ്ഞാറെ അഴിമുഖത്തേക്ക് ഒഴുകി. പാലത്തുരുത്ത് യഥേഷ്ടം വിഭജിക്കപ്പെട്ടു. പുറത്ത് തളംകെട്ടി വീർപ്പുമുട്ടി നിന്ന പരിഷ്കൃത ലോകം അതിൻ്റെ സകല നന്മകളോടും മാലിന്യങ്ങളോടും കൂടി ഒഴുകിവന്നടിഞ്ഞു. മേലംകുളത്ത് മനം മാത്രം കൂലം കുത്തിപ്പാഞ്ഞ കാലപ്രവാഹത്തെ പടിപ്പുരയ്ക്കുള്ളിൽ കയറ്റിയില്ല. ഗ്രാമത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വിട്ടുമാറി മനയും ക്ഷേത്രവും പഴയ പാരമ്പര്യത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഗാഥകൾ ആലപിച്ചുകൊണ്ട് വേറിട്ട് നിന്നു. നമ്പൂതിരിയിലൂടെ മനയുടെ ചരിത്രം ശ്വാസം കഴിച്ച് ജീവിച്ചു. 1.5 പതിറ്റാണ്ടിനു മുമ്പ് വരെ, മന കത്തിയെരിഞ്ഞ ആ ഇരുണ്ട രാത്രി വരെ. അതിനുശേഷം നമ്പൂതിരിപ്പാട് ഉള്ളിൻ്റെ ഉള്ളിൽ പശ്ചാത്തപിക്കുകയും വിലപിക്കുകയും ചെയ്തിരുന്നിരിക്കാം, ദുഃഖിച്ചിരുന്നിരിക്കാം. രോഗവും പടിപ്പുര ചുവരുകളും തടവുകാരനാക്കി തീർത്തപ്പോൾ ഭയന്നിരിക്കാം. പടിപ്പുരക്കെട്ടിലെ ഏകാന്തവും നിസീമവും മൃഗീയവുമായ ശൂന്യതയിലേക്കും രാത്രികൾ കൊണ്ടുവന്ന് നിറയ്ക്കുന്ന കനത്ത ഇരുട്ടിലേക്കും തുറിച്ചുനോക്കി വിറപ്പൂണ്ടിരിക്കാം. ആ കാലങ്ങളിൽ ഹൃദയത്തിൻ്റെ അതിനിഗൂഢമായ ഉൾത്തളങ്ങളിൽ ആവാഹിച്ചു വെച്ച പഴയ കാലഘട്ടത്തിൻ്റെ പ്രതിസ്പന്ദനങ്ങൾ മാത്രമുണ്ടായിരുന്നു കൂട്ടിന്. തോമസ് ചേട്ടൻ തൻ്റെ നരച്ച തലയിലും കുഴിഞ്ഞ കവിളുകളിലും മെല്ലെ വിരലോടിച്ചുകൊണ്ട് ചുറ്റും നോക്കി. ആരൊക്കെയോ ശവദാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടത്താൻ പറയുന്നു. നാട്ടുകാരെല്ലാവരും സഹകരിച്ചേക്കുമോ? എല്ലാ വിദ്വേഷവും മറന്ന്, എല്ലാ അമർഷവും മായ്ച്ച്
ഒരിക്കൽ ഇതേ ജനങ്ങളും പത്രങ്ങളും അറിഞ്ഞ നാടായ വീടുകൾ മുഴുവനും നമ്പൂതിരിപ്പാടിനെതിരെ നീതിപീഠങ്ങളോട് മുറവിളി കൂട്ടിയിരുന്നു. അയാളെ കഴിവിലേറ്റണമെന്ന്. ഒരുവൻ മരിക്കുമ്പോഴെങ്കിലും മനുഷ്യർക്ക് അവനോട് ക്ഷമിക്കാൻ കഴിയുന്നു. ഒരു കണക്കിൽ എന്തിന് ശ്രീദേവിയെ വിവരം അറിയിക്കുന്നുവെന്ന് തോമസ് ചേട്ടൻ ഓർത്തു. നമ്പൂതിരിപ്പാട് പടിയടച്ച് പിണ്ണം വെച്ച് 16 അടിയന്തരവും ഘോഷിച്ചതല്ലേ. എത്രയോ വർഷങ്ങളായി. മരിക്കുന്നതുവരെ മകളെക്കുറിച്ച് നമ്പൂതിരിപ്പാട് അന്വേഷിച്ചിട്ടില്ല. തീരെ കിടപ്പിലായപ്പോഴും അദ്ദേഹം അച്യുതൻ നായരോട് പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കെ അവളെ ഈ പടി കയറ്റരുത്. ശ്രീദേവിക്ക് പക്ഷേ വൈരാഗ്യമുണ്ടായിരുന്നില്ല. അച്ഛനെ ഒന്ന് കാണാനായി എത്ര തവണ വന്നു, കാത്തുനിന്നു, കരഞ്ഞു. നമ്പൂതിരിപ്പാട് അനുവദിച്ചില്ല. പടികൊട്ടി അടച്ചിട്ട് അകത്തിരിക്കുമ്പോൾ മകളെ ഒന്ന് കാണാനും ഒരു വാക്ക് മിണ്ടാനും അദ്ദേഹം കൊതിച്ചിരിക്കാം. ഒന്ന് വാരിപ്പുണരാൻ വെമ്പൽ കൊണ്ടിരിക്കാം. ഒരുപക്ഷെ ശ്രീദേവിയുടെ നഷ്ടപ്പെട്ട യൗവനത്തിൻ്റെ ശാപമാകാം മേലങ്കുള്ള മന മുച്ചൂടും നശിക്കാനിടയാക്കിയത്. അല്ലെങ്കിൽ അമ്മുക്കുട്ടിയുടെ ശാപമാകാം. അതുമല്ലെങ്കിൽ വിഷ്ണുവിൻ്റെയോ ചെല്ലപ്പൻ്റെയോ മീനുവിൻ്റെയോ ശാപമാകാം. എന്തിന്? പാലത്തുരുത്തിന് മുഴുവൻ ശപിക്കാൻ അർഹതയും അവകാശവുമുണ്ടല്ലോ. കഷ്ടപ്പാടും വേദനയും അടിമത്തവും ക്രൂരതയും അനുഭവിക്കേണ്ടി വന്ന 100 മനുഷ്യരുടെ കണ്ണീരില്ലേ മേലംകുളത്ത് മനയുടെ തകർച്ചയ്ക്ക് പിന്നിൽ? എങ്കിലും ശ്രീദേവിയുടെ പലായനമല്ലേ മുഖ്യമായും പതനത്തിന് കളമൊരുക്കിയത്? അതോ നിഷ്കളങ്കനായിരുന്ന വിഷ്ണുവിൻ്റെ സ്വപ്നങ്ങളോ? അതല്ലെങ്കിൽ മീനുവും അവളുടെ തോണിയുമോ? ഒട്ടേറെ നിമിത്തങ്ങളുണ്ടായിരുന്നു. കാലം. തോമസ് ചേട്ടൻ മനസ്സുകൊണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കി. ദിവസങ്ങളുടെ, ആഴ്ചകളുടെ, മാസങ്ങളുടെ, വർഷങ്ങളുടെ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒരു നദി പോലെ കുതിച്ചൊഴുകി ഭൂതകാലത്തിൻ്റെ ഭൂഖണ്ഡാന്തരത്തിലേക്ക്, ഓർമ്മയുടെ ഇരുണ്ട കയങ്ങളിലേക്ക്. പഴയ പാലത്തുരുത്തിനെ കണ്ടു. വിജയനെയും ചെല്ലപ്പനെയും മീനുവിനെയും വിഷ്ണുവിനെയും മറ്റു പലരെയും കണ്ടു. വരമ്പുകളിൽ ചതുരക്കളങ്ങൾ വരച്ച വിശാലമായ പാടങ്ങൾക്കും പച്ചപുതച്ച തെങ്ങിൻ തോപ്പുകൾക്കും നടുവിൽ അവയ്ക്കെല്ലാം ആസ്തി കൊണ്ട മേലംകുളത്ത് മന കണ്ടു. ലോകത്തിൻ്റെ മാറ്റത്തിനെതിരെ കൊഞ്ഞനം കുത്തുന്ന ദാരുമന്ദിരം. 5 മനുഷ്യർ: നമ്പൂതിരിപ്പാട്, വിഷ്ണു നമ്പൂതിരി, ഭാരതി അന്തർജനം, ശ്രീദേവി അന്തർജനം, അച്യുതൻ നായർ. അതിനുള്ളിൽ ഇരുൾ മാറാല കെട്ടിയ അകത്തളങ്ങളിലും നിലവറകളിലും ജ്വലിക്കുന്ന കണ്ണുമായി പോയ തലമുറയുടെ പ്രേതങ്ങളെപ്പോലെ അള്ളിപ്പിടിച്ചിരിക്കുന്ന നരിച്ചീറുകൾ. മനയ്ക്കലെ തത്തയും. പണ്ടാരോ പറഞ്ഞ കഥ. മനയ്ക്കൽ ഒരു തത്തയുണ്ടായിരുന്നു. അത് അനേക വർഷം ജീവിച്ചു. മനയ്ക്കലെ എല്ലാ രഹസ്യങ്ങളും അതിനറിയാമായിരുന്നു. പാലത്തുരുത്തിൻ്റെ രഹസ്യങ്ങളും എല്ലാം ഉള്ളിലൊളിപ്പിച്ച് ആ തത്ത മിണ്ടാതെ ജീവിച്ചു. ഒരു നാൾ അത് രഹസ്യങ്ങൾ വിളിച്ചു പറഞ്ഞു തുടങ്ങി. ഞെട്ടിപ്പിക്കുന്ന രഹസ്യങ്ങൾ, മതിപ്പിക്കുന്ന, കരയിക്കുന്ന, രോഷം കൊള്ളിക്കുന്ന, ഭ്രാന്ത് പിടിപ്പിക്കുന്ന, ആനന്ദം പകരുന്ന, ദുഃഖിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന രഹസ്യങ്ങൾ. കൂടു തുറന്ന് ആരോ അതിനെ കൊല്ലാൻ ശ്രമിച്ചു. അത് കൈവഴുതി പറന്നുപോയി. എല്ലാ രഹസ്യങ്ങളോടും കൂടി അത് ചക്രവാളത്തിലേക്ക് പറന്നകന്നു. ഇപ്പോൾ ആ തത്ത തോമസ് ചേട്ടൻ്റെ മനസ്സിനുള്ളിലേക്ക് താണു പറന്നിരുന്നു. അത് കഥകൾ മന്ത്രിച്ചു തുടങ്ങി. അധ്യായം 2. വിഷ്ണു നമ്പൂതിരി വലങ്കൈയിൽ പെട്ടിതൂക്കി ഇടം കൈയാട്ടി വേഗം വള്ളക്കടവിലേക്ക് നടന്നു. നേരം ഇരുളാൻ തുടങ്ങിയിരുന്നു. വിഷ്ണുവിന് നല്ല ഉത്സാഹം തോന്നി. 1 വർഷത്തിന് ശേഷമാണ് വീണ്ടും പാലത്തുരുത്തിനെ കാണാൻ പോകുന്നത്. അതിനിടയിൽ നാട്ടിന് വല്ല മാറ്റവും ഉണ്ടായിട്ടുണ്ടോ എന്ന് അയാൾ ശങ്കിച്ചു. അമ്മാവൻ്റെ വീട്ടിൽ ശ്വാസം മുട്ടിയാണ് തിരിച്ചു പോന്നത് തന്നെ. അവിടെ വയലും കിളിയും തെങ്ങിൻ തോപ്പുമുണ്ടെങ്കിലും പുഴ മാത്രമില്ലായിരുന്നു. പുഴയിൽ നീന്തി തുടിച്ച് കുളിരിട്ട ശരീരത്തിന് പുഴയില്ലാതെ എങ്ങനെ ജീവിക്കാനാവും? അമ്മാവൻ്റെ വീട്ടിലും വിഷ്ണു മണ്ടനായി ഗണിക്കപ്പെട്ടു. അല്ലെങ്കിലും എവിടെയും താൻ മണ്ടനായിരുന്നല്ലോ എന്ന് അയാൾ സമാധാനിച്ചു. വിഷ്ണുവിന് ജീവിതം അത്ര ഗൗരവകരമായിരുന്നില്ല. 6-7 ക്ലാസ് പഠിച്ചത് തന്നെ അനാവശ്യമായിട്ടാണ് തോന്നിയിരുന്നത്. അവിടെയും അടിയറവ് പറഞ്ഞ്, എന്നാൽ സന്തോഷത്തോടെ നിർത്തുകയും ചെയ്തു. പഠിച്ച് ഉദ്യോഗം നേടിയിട്ട് വേണം. ജീവിതം മെച്ചപ്പെടുത്താനെന്നില്ല. വേണ്ടതിലിരട്ടിയും അച്ഛൻ നമ്പൂതിരി സമ്പാദിച്ചിരിക്കുന്നു. പുഴ വിഷ്ണുവിൻ്റെ ചങ്ങാതിയായിരുന്നു. ഓളങ്ങളും ചുഴികളും മലരികളുമെല്ലാം. വിഷ്ണുവിന് ഈ പുഴ പോലെ ഇത്രയേറെ ലാഘവമേയുന്ന അനുഭൂതികൾ തരുന്ന മറ്റൊന്നുമില്ല. പാടത്തിൻ്റെ വരമ്പുകളിലൂടെ അന്തിവെയിലേറ്റ് ചൂളം കുത്തി നടക്കാനും മെല്ലെ വിശറി വീശുന്ന തെങ്ങോല പീലുകളുടെ തണലിൽ ഉറങ്ങാനും കുലച്ചു നിൽക്കുന്ന പൂക്കളെ സ്വപ്നം കാണാനും നിലാവിനെ കണി കണ്ടുണരാനും വെള്ളിൽ പക്ഷികൾ പറ്റം പറ്റമായി ആകാശത്തേക്ക് പറന്നു വരുന്നത് നോക്കി നിൽക്കാനും അയാൾ ഏറ്റവും അധികം കൊതിച്ചു. പണ്ടെന്നോ ഹൃദയസ്ഥമാക്കിയ ശ്ലോകങ്ങളും പദ്യശകലങ്ങളും മൂളി പാടത്തും തോപ്പിലും പുഴക്കരയിലും അലഞ്ഞു നടന്ന വിഷ്ണുവിനെക്കുറിച്ച് നാട്ടുകാർ പറഞ്ഞു. മണ്ടൻ.
മനയ്ക്കൽ എല്ലാവരും സഹികിടുമ്പോൾ വിഷ്ണുവിനെ പ്രാഗി. ഇങ്ങനൊരു മണ്ടൻ. വിഷ്ണു ദുഃഖിച്ചില്ല. എല്ലാറ്റിനും ഒരു മന്ദഹാസത്തിൻ്റെ ലാഘവം നൽകി. മണ്ടനെന്ന് വിളിക്കുന്നതിൽ പരാതിയില്ല. ആ പേരിന് പിന്നിലൂടെ ഒളിച്ചോടി വന്ന ആ വിശേഷണത്തിനും വിശ്വാസത്തിനും പിന്നിൽ പതുങ്ങിയിരുന്നു കൊണ്ട് അയാൾ സ്വന്തം ഒരു ലോകം, ആനന്ദാനുഭൂതികൾ നിറഞ്ഞ ലോകം മെനഞ്ഞുണ്ടാക്കി. ഉത്തരവാദിത്തങ്ങളെയും പ്രശ്നങ്ങളെയും അയാൾ വെറുത്തു. അതിവിശാലമായ പച്ചപ്പുൽത്തകടിയിലൂടെ ഏകാന്തമായി യഥേഷ്ടം മേയാൻ അയാൾ കുതിച്ചു. ഒരു ചെമ്മരിയാട്ടിൻകുട്ടിയാകാൻ അയാൾ എപ്പോഴും അഭിലഷിച്ചു. മേലംകുളത്ത് മനയെ അതിൻ്റെ എല്ലാ പാരമ്പര്യങ്ങളോടും പ്രൗഢിയോടും കൂടി നിലനിർത്തേണ്ട മകൻ ഒരു മണ്ടനായി അലയുന്നത് നമ്പൂതിരിപ്പാടിന് സഹിച്ചില്ല. അദ്ദേഹം അവനെ അടിച്ചു, ശാസിച്ചു, ശിക്ഷിച്ചു, ചുമതലകൾ നൽകി. വിഷ്ണു നന്നാവുന്നില്ലെന്ന് കണ്ട് വിഷ്ണനായിരുന്നപ്പോൾ പാലക്കാട്ട് നിന്നും സഹോദരി എത്തി വിഷ്ണുവിനെ കൂട്ടിക്കൊണ്ടുപോയി. മക്കളില്ലാത്ത അവർ വല്ലപ്പോഴും വന്ന് വിഷ്ണുവിനെയോ ശ്രീദേവിയെയോ കൊണ്ടുപോയി കുറേക്കാലം കൂടെ താമസിപ്പിക്കുകയെന്നത് പതിവാക്കിയിരുന്നു. വിഷ്ണുവിൻ്റെ പാലക്കാട്ടുവാസം ഈ വേള 1 വർഷം ദീർഘിച്ചു. എന്നിട്ടും വിഷ്ണുവിലൊരു ചലനവും പുത്തനായി ഉണ്ടായില്ല. തൻ്റെ മുത്തച്ഛൻ വിഷ്ണുവിൻ്റെ തനിമട്ടുകാരനായിരുന്നുവെന്നും ആ സ്വഭാവമാണ് വിഷ്ണുവിൽ വന്നടിഞ്ഞുകൂടിയതെന്നും നമ്പൂതിരിപ്പാടിനറിയായികയല്ല. മുത്തച്ഛൻ്റെ മുൻജന്മമാണ് വിഷ്ണുവെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട്. എന്നിട്ടും വിഷ്ണുവിനെ മാറ്റിയെടുക്കാനുള്ള പരീക്ഷണങ്ങൾക്ക് വിരാമമിടാൻ അദ്ദേഹം തയ്യാറില്ല. സന്ധ്യ കഴിഞ്ഞു. വിഷ്ണു വള്ളക്കടവിലെത്തി. പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾക്കിടയിൽ ഇരുട്ടിന് കട്ടുകൂടിയിരിക്കുന്നു. വള്ളം അക്കരക്കടവിലാണ്. ആരെയും കാണാനില്ല. ചെല്ലപ്പൻ്റെ കുടിലിൽ വെളിച്ചം. ചെല്ലപ്പോ! വിഷ്ണു ഉറക്കെ വിളിച്ചു. ഏതാനും നിമിഷം കാത്തു. മറുപടിയില്ല. വീണ്ടും വിളിച്ചു. ചെല്ലപ്പോ, വള്ളം കൊണ്ടുവന്നോളൂ. അക്കരെ നിന്ന് അനക്കമില്ല. പുഴയുടെ ഓളങ്ങൾ തമ്മിലടിക്കുന്ന സ്വരം. വിഷ്ണു പെട്ടി നിലത്തു വച്ചിട്ട് അതിന്മേലിരുന്ന് കാല് രണ്ടും നീട്ടിവെച്ചു. എന്നിട്ട് ചെല്ലപ്പോ വള്ളം, ചെല്ലപ്പോ വള്ളം എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ആരോ പറഞ്ഞേൽപ്പിച്ച ഒരു കർമ്മം നിർവഹിക്കുന്നതുപോലെ അത്ര ഉദാസീനമായി. കുറെ കഴിഞ്ഞപ്പോൾ അയാൾക്ക് അരിശമായി. എഴുന്നേറ്റ് നിന്ന് ഉറക്കെ വിളിച്ചുകൂവി. പുഴയ്ക്ക് മുകളിലും ഇരുൾ. ആരാ കിടന്നലർന്നേ? ഒരു സ്ത്രീ ശബ്ദം, ഒരു റാന്തൽ വെളിച്ചം, തുഴ വെള്ളത്തിലിളകുന്ന ശബ്ദം. എത്ര നേരായിട്ട് വിളിക്കണു? വിഷ്ണു അരിശത്തോടെ പറഞ്ഞു. അലറിയാലൊന്നും വള്ളം വരൂല്ല. വള്ളം കരയ്ക്കടുത്തു. 10 പേർക്ക് യാത്ര ചെയ്യാവുന്ന തരം വള്ളം. അങ്ങേ തലയ്ക്കൽ ഒരു സ്ത്രീരൂപം. നടുപ്പടിയിൽ റാന്തൽ. പുക പിടിച്ച ചിമ്മിനിയായതുകൊണ്ട് ആളെ ശരിക്ക് കണ്ടുകൂടാ. അക്കരെ പോണേല് വള്ളത്തെ കയറ്. ആ ധിക്കാരം വിഷ്ണുവിന് തീരെ പിടിച്ചില്ല. ഇപ്പോൾ കയറുന്നില്ല. കടുത്ത് തോന്നിയാസ്തിനല്ല. രാത്രിയിൽ വള്ളം ഇറക്കിയതാ മിടുക്കായത്. അർദ്ധരാത്രിക്ക് വിളിച്ചാലും വള്ളമിടണം. അതിനാ കടത്ത്. വള്ളത്തെ കയറുന്നുണ്ടോ? ഇല്ല. വിഷ്ണു ദേഷ്യത്തോടെ അമറി. എന്നാൽ നീന്തിപ്പോര്. വള്ളത്തിലിരുന്നവൾ വള്ളം പുറകോട്ടെടുത്തു. വിഷ്ണു ചാടിയിറങ്ങി വള്ളം പിന്നോട്ട് വെട്ടിച്ചു വലിച്ചു. വള്ളപ്പെടിമേലിരുന്ന റാന്തൽ വള്ളത്തിലേക്ക് മറിഞ്ഞു വീണു. ചില്ല് പൊട്ടി. അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് മുൻപോട്ട് വന്ന് വിളക്ക് കടന്നെടുത്ത് പടിമേൽ വെച്ചു. അവൾ എന്തെങ്കിലും തർക്കുത്തരം പറയുന്നതും കാത്ത് അതിനൊരു മറുപടിയും കണ്ടുപിടിച്ച് വിഷ്ണു നിന്നു. എന്നാൽ ഒരു വിങ്ങിപ്പൊട്ടലാണ് അയാളെ എതിരേറ്റത്. അയാൾ വല്ലാതെ വിളറി. 2 നിമിഷം പകച്ചു നിന്ന ശേഷം പെട്ടിയും എടുത്തുകൊണ്ട് വള്ളത്തിൽ കയറി. ഒരു കാൽ ചവിട്ടിയൂന്നി വള്ളം മുൻപോട്ട് തള്ളിവിട്ടു. ക്രമേണ വള്ളത്തിൻ്റെ വേഗത കുറഞ്ഞു. അങ്ങേ തലയ്ക്കിലിരിക്കുന്ന പെണ്ണ് തുഴയുന്നില്ല. രംഗം ഒന്ന് മയപ്പെടുത്തണമെന്ന് വിഷ്ണു ആശിച്ചു. വള്ളം ഒഴുക്കിനനുസരിച്ച് താഴേക്ക് പോകുന്നു. വളരെ ബന്ധപ്പെട്ട് പരുങ്ങലോടെ അയാളൊരു ആശ്വാസവചനം ഉരുവിട്ടു. വെറുതെ മോങ്ങാണ്ട് കുട്ടിയെ, വള്ളം പോണ കണ്ടില്ലേ? മുണ്ടിൻ്റെ തലപ്പുകൊണ്ട് കണ്ണു തുടച്ച ശേഷം അവൾ തുഴയെടുത്തു. പുഴയുടെ ഓരം പറ്റി മുകളിലേക്ക് തുഴഞ്ഞു കയറി. തുമ്മിത്തുമ്മി നിൽക്കുന്ന തീനാളത്തിൻ്റെ വെളിച്ചത്തിൽ അവളുടെ കണ്ണുകളിൽ നീർത്തുള്ളികൾ തിളങ്ങുന്നത് അയാൾ കണ്ടു. ആദ്യത്തെ എടുത്തുചാട്ടം കണ്ടപ്പോൾ അവൾക്ക് കുറെ തൻ്റെടം കാണുമെന്ന് അയാൾ വിചാരിച്ചിരുന്നു. ആദ്യം ചാടിക്കടിക്കുകയും പിന്നെ തേങ്ങിക്കരയുകയും ചെയ്യുന്ന രീതി വിഷ്ണുവിന് തീരെ പരിചയമില്ല. എന്തെങ്കിലും മിണ്ടാതിരിക്കുന്നത് ഭംഗികേടാണെന്ന് കരുതി അയാൾ ചോദിച്ചു. ചെല്ലപ്പനില്ലേ വീട്ടില്? അവൾ വിഷ്ണുവിനെ രൂക്ഷമായി നോക്കി. തല വെട്ടിച്ചുകൊണ്ട് നനഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അണ്ണനിങ് വരട്ടെ, കാട്ടിത്തരാം. അത് വിഷ്ണുവിനെ നന്നേ രസിപ്പിച്ചു. അണ്ണൻ എന്നെ പിടിച്ച് മൂക്കിൽ വലിച്ചു കയറ്റുമോ? രാത്രിയിൽ വള്ളം ഇറക്കിയതും പോരാഞ്ഞിട്ട്. അവൾ പുറം കൈകൊണ്ട് കണ്ണു തുടച്ചിട്ട് തേങ്ങലോടെ തുടർന്നു. എൻ്റെ വിളക്കും മറിച്ച് പൊട്ടിച്ച് അണ്ണൻ വരട്ടെ. വിഷ്ണുവിന് വല്ലായ്മ തോന്നി. കൊച്ചുകുട്ടികൾ പിണങ്ങി പരാതി പറയും പോലെയുള്ള ചിലമ്പിച്ച സ്വരം അയാളുടെ ഉള്ളിൽ കൊണ്ടു. രാത്രിയിൽ ആളോള് വന്നാൽ വള്ളം കടത്തണ്ടേ കുട്ടിയെ? ചെല്ലപ്പൻ അങ്ങനെ അറിഞ്ഞില്ലേ? പെണ്ണ് പെട്ടെന്ന് ചീറി. അതിനു മുകളിൽ വേറെ പഞ്ചായത്ത് കടത്തുണ്ട്. വിഷ്ണു പതറി.
അത് ഞാൻ അറിഞ്ഞില്ല. വിളക്കിൻ്റെ ചിമ്മിനി അങ്ങോട്ട് വാങ്ങിച്ചു തന്നേക്കാം, എന്നാൽ പോരെ? കരയ്ക്ക് വള്ളം അടുത്തയുടൻ അവൾ ചാടിയിറങ്ങി മരക്കുറ്റിയിൽ വള്ളത്തെ ബന്ധിച്ചു. എന്നിട്ട് വിളക്കുമെടുത്ത് ധൃതിയിൽ കുടിലിലേക്ക് കയറിപ്പോയി. വിഷ്ണു 10 പൈസ തൊട്ട് കൈവെള്ളയിലിട്ട് തിരുമ്മിക്കൊണ്ട് വിഷ്ണനായി നിന്നു. അവൾ പിണങ്ങിപ്പോയിരിക്കുകയാണ്. അയാൾ ആ തൊട്ട് വള്ളത്തിലേക്കിട്ടിട്ട് പെട്ടിയും തൂക്കി നടന്നു. പുഴവക്കത്തെ കൊച്ച ഓലപ്പുരം അറിയുന്നതുവരെ അയാൾ കൂടെ കൂടെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു. അത് ചെല്ലപ്പൻ്റെ ഭാര്യയാണോ എന്ന് അയാൾ സന്ദേഹിച്ചു. എന്നാൽ മുരടനും ആചാനുബാഹുവുമായ ചെല്ലപ്പന് ഇത്ര ഇളം പെണ്ണ് ചേർന്നില്ല. എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞ പെങ്ങളാവാനും വഴിയുണ്ട്. എന്തെങ്കിലും ആവട്ടെ. വിഷ്ണു ആ ചിന്ത വിട്ടു. ചെല്ലപ്പന് നേരത്തെ കടത്തായിരുന്നല്ലോ ജോലി. അയാൾ എവിടെ പോയി? ഒരുപക്ഷെ മുകളിലുണ്ടെന്ന് പറഞ്ഞ പഞ്ചായത്ത് കടത്തിൽ ചെല്ലപ്പനായിരിക്കും കടത്തുകാരൻ. താൻ പോവുമ്പോൾ ആ കടത്ത് ഉണ്ടായിരുന്നില്ല. ചെല്ലപ്പൻ്റെ ബുദ്ധി കൊള്ളാം. പഞ്ചായത്ത് കടത്തിൽ സർക്കാരിൻ്റെ ശമ്പളം പറ്റിക്കൊണ്ട് ഒരു വേല, താഴെ സ്വന്തം കടത്തിൽ യാത്രക്കാരിൽ നിന്ന് നേരിട്ട് പണം പിരിക്കുന്നത് മറ്റൊരു വേല. വിഷ്ണു ഊറിച്ചിരിച്ചു. വണ്ടിച്ചക്രങ്ങൾ ഉരുളാത്ത കുണ്ടുകുഴികൾ നിറഞ്ഞ ചെമ്മൺ റോഡിലൂടെ വിഷ്ണു തപ്പിത്തടഞ്ഞു നീങ്ങി. പാലം വന്നാലല്ലേ റോഡ് നന്നാവൂ. വണ്ടികൾ വരൂ. എത്രയോ കാലമായി നാട്ടുകാർ നിലവിളിക്കുന്നതാണ് പാലം വേണമെന്ന്. പക്ഷേ ഇതുവരെയില്ല. ചന്തയ്ക്ക് നടുവിലൂടെയാണ് റോഡ്. ഇരുവശത്തും 10-20 കടകൾ. അവിടെ റാന്തലുകളും പെട്രോമാക്സുകളും. പരിചിതമായ മുഖങ്ങൾക്ക് നേരെ ചിരിച്ചുകൊണ്ട് വിഷ്ണു കടന്നുപോയി. 1-2 മുറുക്കാൻ കടകൾ ഒഴിച്ചാൽ മറ്റൊരു മാറ്റവും തൻ്റെ പ്രിയപ്പെട്ട ഗ്രാമത്തിനില്ലെന്ന് കണ്ട് അയാൾ ആഹ്ലാദിച്ചു. പടിപ്പുര അടച്ചിരുന്നില്ല. ഒതുക്കുകല്ലുകൾ കയറി പൂമുഖത്തെത്തി. വിളക്ക് കൊളുത്തിയിരിക്കുന്നു. തുളസിത്തറയിലും തിരിവിളക്ക്. അച്ഛൻ ചാരുകസാലയിലിരുന്ന് അച്യുതൻ നായരോട് സംസാരിക്കുന്നു. വിഷ്ണുവിനെ കണ്ട് അച്യുതൻ നായർ അമ്പരന്നു. വിഷ്ണു കിണ്ടിയിലെ വെള്ളമെടുത്ത് കാൽ കഴുകി. വിഷ്ണു കുഞ്ഞു വരുന്ന വിവരം നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ അക്കരെ വന്ന് കാത്തു നിൽക്കുമായിരുന്നല്ലോ, അച്യുതൻ നായർ പറഞ്ഞു. പോരണമെന്ന് പെട്ടെന്ന് തീരുമാനിച്ച്. നിനക്കൊരു കത്തയക്കാർന്നില്ലേ? നമ്പൂതിരിപ്പാട് മകനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. വിഷ്ണു മിണ്ടിയില്ല. എപ്പോഴാ പുറപ്പെട്ടത്? രാവിലെ. എന്നാലും രാത്രി എങ്ങോട്ടെത്തു ഇല്ലേ? വണ്ടിയൊന്നും സമയത്തിന് കിട്ടിയില്ല. കനത്ത മൂളിൽ നമ്പൂതിരിപ്പാട് പൂണുൽ തെരുപ്പിടിപ്പിച്ച് കുമ്പ തടവിക്കൊണ്ട് കസാലയിലേക്ക് തന്നെ ചാരി. മാറത്തെ നരച്ച രോമക്കാട്ടിലൂടെ വിരലൊടിച്ചു. പോ. വിഷ്ണു നടുമുറ്റം കിടന്ന് വടക്കിനി കൊലയിലെത്തി. വിഷ്ണുവിനെ ആദ്യം കണ്ടത് ശ്രീദേവി. അമ്മേ, വിഷ്ണു വന്നു. അവൾ മുറിയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ഭാരതി അന്തർജനം വേച്ചുവേച്ച് എഴുന്നേറ്റ് വന്നു. നരവീണ മുടി മാടി ഒതുക്കിക്കൊണ്ട് അവർ കോലായിലിറങ്ങി. ശ്രീദേവി താങ്ങിപ്പിടിച്ചു. അമ്മ എന്തിനാ വയ്യണ്ട്? ഞാനങ്ങോട്ട് വരാർന്നുവല്ലോ. വിഷ്ണു അടുത്തു ചെന്ന് നിന്നു. അമ്മ വിഷ്ണുവിനെ ആകെയൊന്ന് കണ്ണുകൊണ്ടളന്നു. അവരുടെ വരണ്ട അതരങ്ങളിൽ ചിരി പരന്നു. നീ അങ്ങട്ട് തടിച്ചുല്ലോടാ. അഭിനന്ദനത്തോടെ അവർ അയാളുടെ ശരീരത്ത് തൊട്ടും തടവിയും നിന്നു. ശ്രീദേവി ആനന്ദത്തിൻ്റെ ചിരിയുമായി വിഷ്ണുവിനെ തന്നെ ഉറ്റുനോക്കി. 1 വർഷത്തിനുള്ളിൽ അമ്മ നന്നേ മെലിഞ്ഞ് തീരെ വൃദ്ധിയായിരിക്കുന്നുവെന്ന് വിഷ്ണു വ്യസനത്തോടെ മനസ്സിലാക്കി. അമ്മയുടെ സുഖമില്ലായൊക്കെ എങ്ങനെയുണ്ട്? ഓ. വിഷ്ണു പെട്ടി താഴെ വെച്ചിട്ട് അമ്മയെ താങ്ങിപ്പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി. ഓപ്പോളെ, സംഭാരം ഉണ്ടെങ്കിൽ എടുത്തോളൂ. വിഷ്ണു പെട്ടി എടുത്തുകൊണ്ട് വന്ന് തുറന്നു. പാലക്കാട്ടെ അമ്മായി വറുത്തും പൊരിച്ചും കൊടുത്തുവിട്ട പലഹാരങ്ങളൊക്കെ പുറത്തെടുത്തു. വിഷ്ണുവിനും ശ്രീദേവിക്കുമായി എടുത്ത തുണിത്തരങ്ങളും കാട്ടി. ഇനി വിശേഷം ചോദിക്കുന്നതിൻ്റെ ബഹളമായി. 1 വർഷത്തെ ചെറുതും വലുതുമായ സകല അറിവുകളുടെയും സംഭവങ്ങളുടെയും ഭാണ്ഡക്കെട്ട് അഴിക്കുകയായി. ഒടുവിൽ കുളിക്കണമെന്ന് പറഞ്ഞ് വിഷ്ണു അവിടെ നിന്ന് രക്ഷപ്പെട്ടു. കുളി കഴിഞ്ഞു വന്ന് ഊണിനിരുന്നപ്പോൾ പിന്നെയും വിശേഷം പറച്ചിൽ. വിഷ്ണുവിന് സഹികെട്ടു. അയാൾക്ക് എവിടെയെങ്കിലും ഒറ്റയ്ക്കിരിക്കണമായിരുന്നു. ഓപ്പിള് വിജയേട്ടനെ കാണാറില്ലേ? ആനന്ദം തുടിച്ചു നിന്നിരുന്ന ശ്രീദേവിയുടെ മുഖം മ്ലാനമായി. ശിരസ് താണു. ഇല്ല. ഭാരതി അന്തർജനവും പിന്നീടൊന്നും സംസാരിച്ചില്ല. വിഷ്ണു ഊണുകഴിച്ചെഴുന്നേറ്റു. വിജയേട്ടനെക്കുറിച്ച് ചോദിച്ചത് മടയത്തരമായെന്ന് അയാൾ വിചാരിച്ചു. അനവസരത്തിലുള്ള ചോദ്യം. അല്ലെങ്കിലും താനൊരു മണ്ടനാണല്ലോ എന്ന് അയാൾ സമാധാനിക്കുകയും ചെയ്തു. വിഷ്ണു കോണിപ്പടി കയറി മുകളിൽ തെക്കിനിയിലുള്ള തൻ്റെ കിടപ്പറയിലെത്തി. ശ്രീദേവി അത് തൂത്തുതുടച്ച് കോസടിയും വിരിച്ച് വൃത്തിയാക്കിയിട്ടിരുന്നു. വിഷ്ണു വിളക്കെടുത്ത് മേശമേൽ വെച്ചിട്ട് ജാലകം തുറന്നിട്ടു. എത്ര നാളായി ഈ ജാലകത്തിലൂടെ പാലത്തുരുത്തിൻ്റെ പകലും രാത്രിയും കണ്ടിട്ട്. നന്നേ ചെറുപ്പം മുതൽ മഴ പെയ്യുമ്പോഴും നിലാവ് പെയ്യുമ്പോഴും കാറ്റ് വീശുമ്പോഴും ജാലകം തുറന്നിട്ട് അതിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുമായിരുന്നു. അവിടെ അങ്ങനെ നോക്കിയിരുന്നു കൊണ്ടാണ് അയാൾ പ്രകൃതിയുമായി സല്ലപിച്ചത്, പ്രകൃതിയുമായി അനുഭൂതികൾ പങ്കിട്ടത്.
പാലത്തുരുത്തിന് മീതെ നിലാവ് പെയ്യുന്നത് നോക്കിയിരുന്ന് എന്തിനെന്നറിയാതെ കണ്ണീരൊഴുക്കിയത്. ചിറകുകൾ വെച്ച് ഒരു കിളിയെപ്പോലെ പാലത്തുരുത്തിൻ്റെ ചക്രവാളത്തിലേക്ക് പറന്നു പോകാൻ കൊതിച്ചത്. ഇപ്പോൾ ഗ്രാമമാകെ ഇരുട്ടിൽ മൂടപ്പെട്ടിരിക്കുന്നു. കുടിലുകളിലെ വെട്ടം മിന്നാമിനുങ്ങുകളെപ്പോലെ അവിടെവിടെ. ചാരം വിതറിയ പോലെ വിളറിയ ആകാശത്തെ നക്ഷത്രങ്ങളെയും നോക്കി അയാൾ വെറുതെയിരുന്നു. പാലക്കാട്ട് നിന്നും പുറപ്പെട്ടപ്പോൾ മുതൽ ഇവിടെ എത്തിയതുവരെയുള്ള ഒരു ദിവസത്തിനിടയിൽ അനേകം സംഭവ പരമ്പരകളും അനേകം ദിവസങ്ങളും കഴിഞ്ഞു പോയതുപോലെ അയാൾക്ക് തോന്നി. അങ്ങനെയിരിക്കെ നിരാശ അയാളെ പൊതിഞ്ഞു. ഒന്നുമല്ലാത്ത ഒരവസ്ഥ, ഒരു നീർക്കുമിളയ്ക്കുള്ളിൽ കുടുങ്ങി എവിടേക്കോ ഒഴുകിപ്പോകുന്ന പ്രതീതി, വല്ലാത്ത മടുപ്പ്. ആനന്ദത്തോടെ പ്രതീക്ഷയോടെ കാണാൻ കൊതിച്ചെത്തിയ തൻ്റെ ഗ്രാമം, പ്രതീക്ഷകളിൽ അത് സുന്ദരവും അനുഭൂതികൾ നിറഞ്ഞതുമായിരുന്നു. പൊടുന്നനെ എല്ലാം പഴകിപ്പോയതുപോലെ തോന്നുന്നു. ഇവിടെ എത്തിയിട്ട് അനേകം ദിവസങ്ങളായ പോലെ. ഏതോ ഒരു ചരട് ഇടയ്ക്ക് വെച്ച് പൊട്ടിപ്പോയിട്ടുണ്ട്. വള്ളക്കടവ് ഒരു സൂര്യനെ പോലെ ഉദിച്ചുയർന്നു നിന്നു മനസ്സിൽ. വിഷ്ണുവിന് തമാശ തോന്നി. താൻ കരയിച്ചു വിട്ട പെണ്ണ്. പൊട്ടിപ്പോയ ചിമ്മിനിക്ക് പകരം വേറെ വാങ്ങിച്ചു കൊടുത്തേക്കാം. അണ്ണൻ വരട്ടെ എന്നല്ലേ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ചെല്ലപ്പനും കൂടി ഉള്ളപ്പോൾ അവിടെ ചെന്ന് എന്തെങ്കിലും ഒരു തമാശ ഒപ്പിക്കണം വിഷ്ണു തീരുമാനിച്ചു. അധ്യായം 3. വിഷ്ണു വൈകുന്നേരം വീട്ടിൽ നിന്നും ഇറങ്ങി. അക്കരെ പോയി രാമൻ നമ്പൂതിരിയെ കണ്ട് കിട്ടാനുള്ള പണം ചോദിക്കണമെന്ന് അച്ഛൻ്റെ കൽപ്പന. അച്ഛൻ മകനെ ചുമതലാബോധമുള്ളവനാക്കാൻ ശ്രമിക്കുകയാണ്. പഞ്ചായത്ത് കടവിലെത്തിയപ്പോൾ അയാൾ ചിമ്മിനി പൊട്ടിയ സ്വരവും ഒരു തേങ്ങലും ഓർത്തു. ചെല്ലപ്പനെയും ഒന്ന് കാണണമെന്ന് തോന്നി. കടയിൽ നിന്നും ചിമ്മിനി പൊതിഞ്ഞു വാങ്ങിക്കൊണ്ട് വള്ളക്കടവിലെത്തി. കെട്ടിയിട്ടിരിക്കുന്ന തോണി ഓളത്തിൽ ചാഞ്ചാടുന്നു. കടവിൽ ആരുമില്ല. പഞ്ചായത്ത് കടത്തുള്ളപ്പോൾ ആരാണിതിലെ വരിക? കുറച്ചപ്പുറത്തുള്ള കുടിലേക്ക് നോക്കി വിഷ്ണു വിളിച്ചു, ചെല്ലപ്പോ. ആരാ? ഒരു പെൺകുട്ടി ഇറങ്ങി വന്നു. ആളെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ ഇറുകി. വിഷ്ണു ഒരു കുട്ടി കൗതുക വസ്തുവിനെ നോക്കും പോലെ അവളെ ആകെയൊന്നു നോക്കി. അഭിനന്ദ സൂചകമായി കണ്ണുകൾ വിടർന്നു. അയാൾ അവളെ നോക്കി ചിരിച്ചു. ചെല്ലപ്പനില്ലേ? ഇല്ല. ഗൗരവത്തോടെയുള്ള മറുപടി. മുഖം വീർപ്പിച്ചു പിടിച്ചിരിക്കുന്നു. എവിടെ പോയിരിക്കുക? മണൽ വരാൻ. ഇപ്പോൾ അതാണ് ജോലി? മറുപടിയില്ല. അക്കരയ്ക്കൊന്ന് പോണല്ലോ. അവൾ മിണ്ടിയില്ല. കുട്ടിയുടെ പേരെന്താ? മൗനം. ചെല്ലപ്പൻ്റെ പെങ്ങളാണോ? അതിനുമില്ല മറുപടി. വാശിയിലായിരിക്കും ഇല്ലേ? വാശിയിൽ വിഷ്ണുവിനെ ജയിക്കാൻ ലോകത്തൊരൊറ്റ കുഞ്ഞും ജനിച്ചിട്ടില്ല. മിണ്ടില്ലാച്ചാൽ ചത്താലും വിഷ്ണു മിണ്ടില്ല. പിന്നെ 2 ദിവസം മുമ്പേ ചിമ്മിനിയുടെ ചില്ല് പൊട്ടിയില്ലേ? അതിനല്ലേ ഇരുന്ന് മോങ്ങിയത്. ദാ ചില്ല് വാങ്ങിയിട്ടുണ്ട്. ദാ പിടിച്ചോളൂ. അവൾ മടിച്ചു നിന്നു. പിടിച്ചോളൂ. പിണക്കാണോ? ഇനിയിപ്പോൾ പിണങ്ങിയാന്ന് തന്നെ ഇരിക്കട്ടെ. പണ്ട് ചെല്ലപ്പനായിട്ടൊന്ന് പിണങ്ങിയിട്ടോ? 2 മാസം മിണ്ടാണ്ട് നടന്നേ. ചെല്ലപ്പൻ തന്നെയാ ആദ്യം മിണ്ടിയത്. ദാ ചില്ല് പിടിച്ചോളൂ. കുട്ടികളുടേത് പോലുള്ള ആ പെരുമാറ്റവും സംസാരവും അവളെ അത്ഭുതപ്പെടുത്തി. കയ്യിൽ നിന്ന് മേടിക്കാൻ നാണാവണമെങ്കിൽ ദാ ഇരിക്കുന്നു. അയാൾ ചില്ല് താഴെ വെച്ചു. പരിങ്ങിച്ചെന്ന് അതെടുക്കുന്നത് ലജ്ജാകരമാണെന്ന് അവൾക്ക് തോന്നി. അതുകൊണ്ട് തെല്ലു ഗൗരവത്തിൽ ധൃതിയിൽ അവൾ അതെടുത്തുകൊണ്ടുപോയി. പുരയ്ക്കുള്ളിൽ കയറി. എന്നിട്ട് അവിടെ ഇരുന്നു. അക്കരയ്ക്ക് പോണം വിഷ്ണു വിളിച്ചു പറഞ്ഞു. അവൾ പുറത്തിറങ്ങി സംശയിച്ചു നിന്നു. കടത്തിറക്ക്. സന്ധ്യ ആവണേന് മുൻപ് മടങ്ങണം. രാത്രിയിൽ വന്ന് കന്നമറണ പോലെ അമറാനൊന്നും പറ്റില്ല. അവൾ വള്ളത്തിൻ്റെ കെട്ടഴിച്ചു. വേഗം വേണം. അണ്ണൻ വന്നിട്ട് മിഴുങ്ങോ മറ്റോ ചെയ്താലോ? ഈ വേള അവൾ ചിരിച്ചു. ശബ്ദമില്ലാത്ത ചിരി. ഊതി വീർപ്പിച്ച ഗൗരവം അലിഞ്ഞു തീരുന്നത് വിഷ്ണു രസത്തോടെ നോക്കി. അവൾ വിഷ്ണുവിനോട് വള്ളത്തിൽ കയറാൻ കണ്ണു കാണിച്ചു. വിഷ്ണു കയറി. അവൾ വള്ളം തള്ളി നീക്കിയിട്ട് കയറിയിരുന്ന് തുഴഞ്ഞു. വിഷ്ണു അങ്ങേ തലയ്ക്കൽ അവൾക്ക് അഭിമുഖമായി ഇരുന്ന് അവൾ തുഴ വീശുന്നത് കൗതുകത്തോടെ നോക്കി. കീഴോട്ട് നോക്കിയിരുന്നാൽ വള്ളം അതിന് തോന്നുന്ന വഴിക്ക് പോകും. നേരെ നോക്ക്. അവൾ മുഖമുയർത്തി വിഷ്ണുവിനെ നോക്കി. പിന്നെ പുഴയിലേക്ക് നോട്ടം വിട്ടു. വിഷ്ണു കൈക്കുടന്നയിൽ വെള്ളം കോരി വള്ളത്തിലൊഴിച്ച് രസിച്ചു. പേരെന്താണെന്നാ പറഞ്ഞത്? ഞാനങ്ങോട്ട് മറന്നുപോയി. ഞാൻ പേര് പറഞ്ഞില്ലല്ലോ. ഇല്ലല്ലോ. എന്നാൽ അങ്ങോട്ട് പറഞ്ഞോളൂ. മറന്നു പോവാണ്ടിരിക്കട്ടെ. വള്ളം അക്കരയെത്തി. കടവെടുത്തു. ഇറങ്ങുന്നില്ല. എന്താ? പേര് പറയാണ്ട് ഇറങ്ങണില്ല. എനിക്ക് പോണം. എന്നാൽ പേര് പറഞ്ഞോളൂ. ആരോടെങ്കിലും ചോദിച്ചാൽ മതി. എന്താണിപ്പോൾ ചോദിക്കുക? എൻ്റെ പേരെന്താണെന്ന്? നല്ല കാര്യമായി. എൻ്റെ പേര് എനിക്കറിയില്ലേ? അതല്ലെന്ന്. പിന്നെന്താ? ചെല്ലപ്പൻ്റെ പെങ്ങള് മീനുവിൻ്റെ പേര്. മടക്കം ഇതിലെ തന്നെയാ. അണ്ണനോട് പറഞ്ഞ തല്ലാൻ റെഡിയാക്കി നിർത്തിക്കോളൂ. മീനു അബദ്ധം പിണഞ്ഞ മട്ടിലിരുന്നു. ഛേ, എന്തു മടയത്തരമാണ് പറഞ്ഞത്. ഊതി ഊതി വീർപ്പിച്ച ബലൂണിൻ്റെ കാറ്റ് പോകാതിരിക്കാൻ
വായ്ക്കൽ സൂചിയും നൂലുമിട്ട് തയ്ച്ചതുപോലെയായില്ലേ? വിഷ്ണു അകലുന്നത് അവൾ നോക്കിയിരുന്നു. കണ്ടാൽ തോന്നും വലിയ ഗൗരവക്കാരനായ ഒരു ചെറുപ്പക്കാരനാണെന്ന്. പക്ഷേ കുട്ടികളെപ്പോലുള്ള സംസാരം, പെരുമാറ്റം. മീനു വള്ളം അക്കരയ്ക്ക് തുഴഞ്ഞു. വിഷ്ണു വള്ളത്തിൽ കയറി. മീനു വള്ളം തിരിച്ചു തുഴഞ്ഞു. അണ്ണൻ വന്നോ? ഉവ്. നേരത്തെ പറയാറുന്നില്ലേ? എന്നാലോ? വള്ളത്തിൽ കയറില്ലായിരുന്നു. പഞ്ചായത്ത് കടത്തിലൂടെ പോകായിരുന്നു. മീനു മിണ്ടിയില്ല. ഇനിയിപ്പോൾ അക്കരെ ചെന്നിറങ്ങിയിട്ട് ഓടിക്കളയാം അല്ലേ? എന്തിനാ? തല്ല് കിട്ടാണ്ടിരിക്കാൻ. മീനു മൗനമായി വള്ളം തുഴഞ്ഞു. സന്ധ്യയ്ക്ക് മുൻപ് അവൾ 4-5 പേരെ കൂടി കടത്തിറക്കി വിട്ടു. ഇടയ്ക്കിടെ അക്കരയ്ക്ക് കണ്ണുകൾ പാറി. ആരോ അക്കരെ നിന്ന് വിളിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു. സന്ധ്യയായപ്പോൾ ചെല്ലപ്പൻ വന്നു. അണ്ണനെന്താ ഇന്ന് നേരത്തെ? പരാതി പറയും പോലെ മീനു ചോദിച്ചു. നീ ഇന്നലെ പറഞ്ഞില്ലേ കുടിച്ചും പിടിച്ചും ഷാപ്പ് നിരങ്ങാണ്ട് നേരത്തെ ഇങ്ങ് വരണമെന്ന്? ചുമ്മാ ചോദിച്ചതാ. എന്ന് നേരത്തെ വരണമെന്നാ ഞാൻ പറയുന്നേ. നീ ആ സോപ്പിങ്ങെടുക്ക്. ചകിരിയും കൂടെ കീറിക്കോ. പുറം മുഴുക്കിനെ മണ്ണ ഒന്ന് തേച്ചു തരണം. എന്നെക്കൊണ്ട് വയ്യ. മീനു ചകിരി കീറി. ഇല്ലെങ്കിൽ അണ്ണന് പിന്നെയും തടി കൂടും, പറഞ്ഞേക്കാം. മീനു ചെല്ലപ്പൻ്റെ കൈക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് പുഴക്കരയിലേക്ക് ഓടി. വിട്, പെണ്ണിൻ്റെ ഒരു കുട്ടിക്കളി. ചെല്ലപ്പൻ ശാസിച്ചു. അയാളെ വെള്ളത്തിൽ വലിച്ചിറക്കിയിട്ട് മീനു പുറകിൽ നിന്ന് വെള്ളം തേകി. അയാൾ കൂനിക്കൂടി നിന്നു. സോപ്പ് ചകിരിയിൽ പതച്ച ശേഷം മീനു അയാളുടെ പുറം തേച്ചു. ഇത്തിരിയുടെ കുനിയ കുന്തം പോലെ നിന്നാലെങ്ങനാ? ഓ. ചെല്ലപ്പൻ കുനിഞ്ഞു. അമർത്തി തേക്കുന്നതിനിടയിൽ അവൾ ചോദിച്ചു, ഇത്തിരി മണലും കൂടി ഇട്ട് തേക്കട്ടെ? മൂക്കിടിച്ച് ഞാൻ പരത്തും. മീനു ചിരിച്ചുകൊണ്ട് കുറെ കൂടി അമർത്തി തേച്ചു. പതുക്കെ തേരടി, തൊലി പൊളിയുമല്ലോ. മണ്ണളകട്ടെന്നേ. എത്ര എടുക്കാ ചെളി? മതി തേച്ചത്, പോ. മീനു കരയ്ക്ക് കയറി വേഗം വീട്ടിലേക്ക് നടന്നു. ചെല്ലപ്പൻ അലക്കുകല്ലിൽ തുണി അടിച്ചു നനയ്ക്കുന്ന സ്വരം അവൾ കേട്ടു. അവൾ അറിയാതെ അക്കരയ്ക്ക് നോക്കി. കുളി കഴിഞ്ഞു വന്നാൽ അണ്ണനായിരിക്കും കടത്തിറക്കുകയെന്ന് വിഷാദത്തോടെ ഓർത്തു. ചിമ്മിനി തന്ന കാര്യം അണ്ണനോട് പറയണ്ട. വേണോ? വേണ്ട. അത് ഒളിച്ചു വയ്ക്കേണ്ട ഒരു സാധനമാണെന്ന് അവൾക്ക് തോന്നി. വിളക്കിന് അണ്ണൻ വേറെ ചിമ്മിനി വാങ്ങിയിട്ടുണ്ട്. ചെല്ലപ്പൻ വന്നപ്പോഴേക്കും സന്ധ്യ ഇരുണ്ടു. ചെല്ലപ്പന് തടിച്ചുരുണ്ട് ബലിഷ്ഠമായ ദേഹമാണുള്ളത്. മീനുവിന് ദേഷ്യവും പരിഭവവും ഉണ്ടാകുമ്പോൾ തടിമാടൻ അണ്ണൻ എന്ന് വിളിച്ചു കളിയാക്കാൻ വേണ്ടത്ര തടി, പരുക്കൻ മുഖവും കട്ടിയേറിയ മീശയും ധാർഷ്ട്യമേറിയ കണ്ണുകൾ. മുരട്ടുകാളയെന്ന് തോന്നും. ആത്മവിശ്വാസം തുടിക്കുന്ന ഭാവം, തീരെ ചെറിയ ഒരു മനസ്സ്, അതിൻ്റെ നൈർമല്യം. ഇത് രണ്ടും ആ പരുക്കൻ ശരീരത്തിൻ്റെ വൈരുദ്ധ്യങ്ങൾ. എല്ല് നുറുങ്ങെ പണിയെടുക്കണം, നല്ലതുപോലെ തീറ്റി തിന്നണം, പൂസാകുവോളം കള്ളു കുടിക്കണം, ബീഡി വലിക്കണം. ഇതൊക്കെ കഴിഞ്ഞാൽ മീനുവിനോടുള്ള സ്നേഹവാത്സല്യങ്ങൾ മാത്രമേ ആ ചെറിയ മനസ്സിലുള്ളൂ. എങ്കിലും പാലത്തുരുത്ത് ചെല്ലപ്പനെ ഭയപ്പെട്ടു. അനീതി അടിച്ചേൽപ്പിക്കപ്പെടുന്നു എന്ന് തോന്നുന്നിടത്ത് അയാൾ വീണ്ടും വിചാരമില്ലാത്ത ചെകുത്താനായിരുന്നു. ആരെയും തല്ലും. കയ്യിലുള്ളത് കത്തിയാണെങ്കിൽ കുത്തിപ്പിളർക്കും. ചെല്ലപ്പൻ്റെ തനിനിറം പാലത്തുരുത്തുകാർ 3-4 വട്ടം കണ്ടിട്ടുണ്ട്. ഒന്ന് അമ്പലത്തിലെ ഉത്സവനാളിൽ, മറ്റൊന്ന് ഷാപ്പിൽ വെച്ച്, ഇനിയൊന്ന് മീനുവിനോടാരോ അശ്ലീലം പറഞ്ഞതിന്. ചെല്ലപ്പൻ രാവിലെ പണിക്ക് പോയാൽ സന്ധ്യയാകും മടങ്ങാൻ. അതുവരെ മീനു തനിച്ച് പുറമ്പോക്കിലെ കൂരയിലും പുഴക്കടവിലും. എന്നിട്ടും മീനുവിനെ തറപ്പിച്ചൊന്നു നോക്കാൻ ആർക്കുമില്ല ധൈര്യം. ചെല്ലപ്പൻ്റെ കൈക്കരുത്തിനെക്കുറിച്ച് പാലത്തുരുത്തുകാർക്ക് നല്ല തിട്ടമുണ്ട്. ചെല്ലപ്പൻ്റെ അച്ഛൻ നേരത്തെ മരിച്ചു. മനക്കൽ പറമ്പിൽ നിന്ന് കുടിയിറക്കിയപ്പോൾ അമ്മയെയും മീനുവിനെയും കൂട്ടി കുറെ അകലെയുള്ള മൂത്ത സഹോദരിയുടെ വീട്ടിൽ പോയി താമസിച്ചു. പിന്നെ ചെല്ലപ്പൻ മടങ്ങി വന്നു. കമ്മ്യൂണിസ്റ്റ് സഖാക്കളുടെ സഹായത്തോടെ പുറമ്പോക്ക് കയ്യേറി കൂര വെച്ചു. വള്ളക്കടവിൽ കടത്തിട്ടു. കഴിഞ്ഞ കൊല്ലം അമ്മ മരിച്ചപ്പോൾ മൂത്ത സഹോദരിയുടെ വീട്ടിൽ നിന്നും മീനുവിനെ കൂടി പാലത്തുരുത്തിലേക്ക് കൊണ്ടുപോന്നു. ആരോ അക്കരെ നിന്ന് വിളിക്കുന്നു. ചെല്ലപ്പൻ കൈലി മാറിയൊടുക്കുകയായിരുന്നു. വള്ളം ഇറക്കാനാണെന്ന് തോന്നുന്നു. സന്ധ്യയായി. ഇവനൊക്കെ പഞ്ചായത്ത് കടത്തിൽ പോയിക്കൂടെ? ഒന്ന് നോക്കിയ പെണ്ണെ. മീനു കുതിച്ചിറങ്ങി കടവിലെത്തി. വള്ളമിറക്കി. അക്കരെ ചെന്നപ്പോൾ അവൾ പ്രതീക്ഷിച്ച ആൾ തന്നെ. ഒരു കണ്ടുപിടുത്തത്തിൻ്റെ അഭിമാനവും ആനന്ദവും അവൾക്ക് അനുഭവപ്പെട്ടു. വിഷ്ണു വള്ളത്തിൽ കയറി. മീനു വള്ളം തിരിച്ചു തുഴഞ്ഞു. അണ്ണൻ വന്നോ? ഉവ്. നേരത്തെ പറയാറുന്നില്ലേ? എന്നാലോ? വള്ളത്തിൽ കയറില്ലായിരുന്നു. പഞ്ചായത്ത് കടത്തിലൂടെ പോകായിരുന്നു. മീനു മിണ്ടിയില്ല. ഇനിയിപ്പോൾ അക്കരെ ചെന്നിറങ്ങിയിട്ട് ഓടിക്കളയാം അല്ലേ? എന്തിനാ? തല്ല് കിട്ടാണ്ടിരിക്കാൻ. മീനു മൗനമായി വള്ളം തുഴഞ്ഞു. എന്തിനാ കുട്ടിയെ അന്ന് കരഞ്ഞത്? മറുപടിയില്ല. ചില്ല് പൊട്ടിയിട്ടാണോ? അതോ കുറുമ്പ് കാട്ടിയനോ? ഞാൻ അങ്ങനെ അന്ന് വെച്ചോളൂ. വള്ളം കരയെടുത്തു. വിഷ്ണു നേരെ ചെല്ലപ്പൻ്റെ പുരയിലേക്ക് നടന്നപ്പോൾ മീനു അമ്പരന്നു. എങ്ങോട്ടാ?
ഞാൻ തന്നെ അണ്ണനോട് പറയാം. ചില്ലു പൊട്ടിച്ചതും കരയിച്ചതും എന്താ ചെയ്യാന്ന് കണ്ടിട്ട് തന്നെ കാര്യം എന്നും പേടിച്ചു നടക്കാൻ പറ്റുമോ? മീനു അന്താളിച്ചു. വഴക്കുണ്ടായേക്കുമെന്ന പേടി നാമ്പെടുത്തു. ഇടിക്കണമെന്ന് അണ്ണനോട് പറഞ്ഞിട്ടുണ്ട്. ഇടിക്കാമെന്ന് അണ്ണന് സമ്മതിച്ചിരുന്നു. ആളെ കാണിച്ചു കൊടുത്താൽ മതി. ഇപ്പോഴിതാ നേരെ വഴക്കിന് പോയിരിക്കുന്നു. ചെല്ലപ്പനോട് ഒന്നും പറയേണ്ടിയിരുന്നില്ലെന്ന് അവൾ വിചാരിച്ചു. ആൾ ഇത്ര പാവമാണെന്ന് അറിഞ്ഞിരുന്നില്ലല്ലോ. അവൾ വിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പതുക്കെ പറഞ്ഞു, ആളാരാണെന്ന് പറയണ്ടാട്ടോ. ഇലവിൻ്റെ ചുവട്ടിൽ നിന്ന് വിഷ്ണു വിളിച്ചു, ചെല്ലപ്പോ. പരിചിതമായ സ്വരം കേട്ട് ചെല്ലപ്പൻ ഇറങ്ങി വന്നു. ബീഡിക്കുറ്റി ഞെരടിയെറിഞ്ഞിട്ട് അയാൾ വിഷ്ണുവിൻ്റെ അടുത്ത് വന്നു. പഴയ സ്നേഹിതനെ കണ്ടതിലുള്ള ആഹ്ലാദം കത്തുന്ന പൂത്തിരി പോലെ മുഖത്തു വിരിഞ്ഞു. വിഷ്ണു ഇലവിൻ്റെ ഭീമാകാരമായ വേരുകളിലൊന്നിലിരുന്നു. ഞാനിങ്ങ് പോന്നു. അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ കണ്ടായിരുന്നു. ഷാപ്പിലിരുന്നപ്പോൾ രാത്രിയിൽ പോണ കണ്ടു. ആ, ചെല്ലപ്പനിപ്പോൾ ഷാപ്പിലാ പണി? അല്ല, ലേശം മോന്താൻ കയറിയതാ. അപ്പോൾ കാശൊക്കെ കൊണ്ടുപോയി ഷാപ്പിൽ കൊടുക്കുകയാണില്ലേ? ഏയ്. ചെല്ലപ്പൻ ബേഡിന്മേലിരുന്ന് ബീഡി കൊളുത്തി. മണലുവാരലല്ലേ പണി. ഇത്തിരിയെങ്കിലും അകത്ത് ചെന്നില്ലേൽ ഒരു പോരായ്മയാണെന്ന് കണ്ടോ? എന്നുവെച്ച് മുഴുക്കുടിയൊന്നുമില്ല. കൊണ്ടുവന്നേക്കണതാരെയാ? പെങ്ങളാ? അതെ. അമ്മ ചത്തേ പിന്നെ അവളെ മൂത്ത ചേച്ചിയുടെ വീട്ടിൽ നിർത്തുന്നതത്ര ശരിയല്ലെന്ന് തോന്നി. മാത്രമല്ല, വിഷ്ണു കുഞ്ഞിനോട് പറയാലോ, അവിടുത്തെ പെരുമാറ്റമൊക്കെ അത്ര ശരിയല്ലായിരുന്നു. അമ്മയുണ്ടായിരുന്നപ്പോൾ എല്ലാവർക്കും മീനുവിന് വലിയ കാര്യമായിരുന്നു. അമ്മ മരിച്ച പിന്നെ കൊത്താനും മാന്താനും തുടങ്ങി. ഇവൾക്ക് കരയാനല്ലേ അറിയാൻ പാടുള്ളൂ. എന്നുവെച്ച് ഉള്ളൊരു കാലം മുഴുവൻ അവളെ കരയിപ്പിക്കുക, വേദനിപ്പിക്കുക എന്ന് വെച്ചാൽ ഉള്ള ജോലിയൊക്കെ അവളെ കൊണ്ടെടുപ്പിക്കും. എന്നിട്ട് കുത്തുവാക്കും. അളിയനൊരു കണ്ണളക്കവും കൂടെ ആയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവണേന് മുമ്പേ ഞാൻ അവളെ കൊണ്ടുപോന്നു. അളിയനായിരുന്നില്ലെങ്കിൽ ഞാൻ വല്ലതും ചെയ്തേനെ. ബീഡിപ്പുക ശക്തിയായി ഊതി പറപ്പിച്ചിട്ട് അയാൾ തുടർന്നു, ഇവിടിപ്പോൾ വീടുണ്ട്, എനിക്ക് പണിയുണ്ട്, ഒരു മുട്ടുമില്ല, സുഖമായിട്ട് കഴിയാലോ. കേട്ടോ ചെല്ലപ്പ, ഇന്നലെ ഞാനും മീനും തമ്മിലൊരു വഴക്ക്. വിളക്കിൻ്റെ ചില്ലു പൊട്ടി. ഇന്ന് ഞാൻ പകരം ഒരെണ്ണം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അണ്ണൻ വരട്ടെ ഇടിക്കുമെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. മീനു പറഞ്ഞു, ആളാരാണെന്ന് അപ്പോഴേ എനിക്ക് മനസ്സിലായി. ഞാൻ ഇടിക്കാമെന്നും പറഞ്ഞു. രണ്ടാളും ചിരിച്ചു. മീനു, ഇങ്ങു വന്നേ, ചെല്ലപ്പൻ വിളിച്ചു. ഒളിഞ്ഞു നിന്ന് എല്ലാം കേൾക്കുകയായിരുന്ന മീനു ലജ്ജയോടെ ഇറങ്ങി വന്നു. നീ ഇടിക്കണമെന്ന് പറഞ്ഞ ആളാരാന്ന് അറിയോ? മനക്കിലെ കൊച്ചു തിരുമേനിയെ ഓർക്കുന്നുണ്ടോ? എങ്ങനാ ഓർക്കുന്നേ? അന്ന് ചൊറിയും പിടിച്ച് മൂക്കളെ മൊലിപ്പിച്ച് നടന്ന ഒരു വാലുമാക്രിയല്ലായിരുന്നോ ഇവള്? മീനു തല കുനിച്ചു നിന്ന് ചിരിച്ചു. അപ്പോ ഇനി ഇടി അങ്ങോട്ട് നടന്നോട്ടെ, വിഷ്ണു പറഞ്ഞു. ഇങ്ങനൊരു പൊട്ടിപ്പെണ്ണ് ആരെങ്കിലും ഒന്ന് നോക്കിപ്പോയാൽ തീർന്നു. അയാൾ നോക്കി രണ്ടിടി കൊടുക്കണം എന്ന് പറഞ്ഞു കഴിയും. കാണുന്നവരെയെല്ലാം ഇടിക്കില്ല അണ്ണൻ്റെ പണിയെന്നല്ലേ മനസ്സിലിരിപ്പ്. കല്യാണാലോചനയൊക്കെ ഉണ്ടോ? ആലോചിക്കണം. ഒന്നും കൊടുക്കാണ്ട് കെട്ടിക്കൊണ്ടു പോകാൻ ആരാ ഇരിക്കുന്നേ? ആരും ഇല്ലാച്ചാല് മീനുവിനെ ഞാനങ്ങ് കെട്ടിക്കോളാം. എന്താ മീനു? വിഷ്ണു ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കൊള്ളാം, ഒരു വണ്ടിയുടെ കാള തന്നെ. രണ്ടുപേരും കൂടി മണ്ണപ്പം ചുട്ട് കളിച്ചോണ്ട് വല്ല മരച്ചോട്ടിലും ഇരുന്നോളും. ചെല്ലപ്പൻ ചിരിക്കിടയിൽ പറഞ്ഞു തീർത്തു. മീനു വിഷ്ണുവിനെതിരെ മുഖം വീർപ്പിച്ചുകൊണ്ട് പുരയ്ക്കുള്ളിലേക്ക് കയറിപ്പോയി. വിഷ്ണു പറഞ്ഞത് ഇത്തിരി കടന്നുപോയെന്ന് അവൾക്ക് തോന്നിയിരുന്നു. അണ്ണനോട് അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമോ? ഞാൻ ആദ്യം കരുതി ചെല്ലപ്പൻ്റെ വേളി കഴിഞ്ഞുവെന്ന്. ഒക്കെ മീനുവിനെ ഇറക്കി വിട്ടിട്ടേയുള്ളൂ. ചെല്ലപ്പനെന്താ കടത്ത് നിർത്തിയത്? പഞ്ചായത്ത് കടത്ത് വന്നില്ലേ? അതോടെ ആൾക്കാരെല്ലാം അങ്ങോട്ടായി. പക്ഷേങ്കിൽ അക്കരെ ഇക്കരെ പോകാൻ ഈ കടത്തു തന്നെ എളുപ്പം. വല്ലപ്പോഴും ആൾക്കാർ വരും. അതുകൊണ്ടിരുന്നാൽ വയറു പിഴയ്ക്കോ? പിന്നെ കുട്ടപ്പൻ്റെ കൂടെ മണൽ വരാൻ പോയി. ഇവിടെ മീനുവിന് തുഴയാനറിയാം. ഈ കടത്തിൽ വരുന്നവരെ അവൾ അക്കരെ ഇക്കരെ കടത്തിവിടും. ദിവസം 1-2 രൂപ ഒപ്പിക്കും. അവളത് സമ്പാദിക്കുക. ചെല്ലപ്പന് പറയാനുള്ളതൊക്കെ തീർന്നു. നിന്നെ കാണാൻ വന്നിട്ട് നീ ഇറ്റു വെള്ളം പോലും തരണ ലക്ഷണം കാണുന്നില്ലല്ലോ ചെല്ലപ്പ. കടുംചായയേ ഉണ്ടാവൂ. ഇവിടുന്ന് കുടിച്ചൂന്നറിഞ്ഞിട്ട് വേണം വലിയ തിരുമേനിക്ക് എൻ്റെ തലയിൽ മെക്കെട്ട് കയറാൻ. തരാൻ വയ്യെന്നാച്ചാൽ അത് പറഞ്ഞാൽ പോരെ? മീനുവേ, ചായ എടുത്തോ, ചെല്ലപ്പൻ വിളിച്ചു പറഞ്ഞു. പറയാനുള്ളതൊക്കെ കഴിഞ്ഞു. ആഹ്ലാദവും സംഭാഷണ ചടുലതയും വിട്ടൊഴിഞ്ഞു. ചെല്ലപ്പൻ വീടിന്മേൽ നഖം കോറിക്കൊണ്ടിരുന്നു. ചെല്ലപ്പനൊരു ഇരുത്തം വന്നിട്ടുണ്ടെന്ന് വിഷ്ണുവിനും മനസ്സിലായി. ഉത്തരവാദിത്വ ബോധത്തിൻ്റെതായ ഒരു ഭാവം ചെല്ലപ്പനിൽ കണ്ടു. പഴയ ചെല്ലപ്പനൊന്നും അല്ല, ആള് മാറി. ഓരോ കാലാവുമ്പം ആൾക്കാരൊക്കെ അങ്ങോട്ട് മാറുവാണ്. വിഷ്ണു പരിഭവം പോലെ പറഞ്ഞു. ചെല്ലപ്പൻ ഓർക്കുകയായിരുന്നു മുൻപൊക്കെ വിഷ്ണുവിനോടൊപ്പം പുഴയിൽ ചാടി മറിഞ്ഞത്, പുഴക്കരയിൽ പറഞ്ഞാൽ തീരാത്തത്ര കാര്യങ്ങളുമായി സംസാരിച്ചിരുന്നത്.
പുല്യാനി പടർപ്പുകൾക്ക് കീഴിൽ ആരും കാണാതിരുന്ന ബീഡി വലിച്ചത്, ചീട്ട് കളിച്ചത്, അങ്ങനെ എന്തെല്ലാം. പ്രായമാവുമ്പോൾ മനുഷ്യരും മാറും. കൊച്ചു തിരുമേനിയും മാറിക്കാണുമെന്ന് ഞാൻ വിചാരിച്ചു. ഒരു വേളിയൊക്കെ കഴിക്കേണ്ട കാലായില്ലേ. ഇനിയും പഴയ പോലെ നടന്നാൽ ആളോള് കൂവിച്ചിരിക്കും, പ്രാന്താന്ന് പറയും. ഞാൻ കരുതിയത് പാലക്കാട്ടൊക്കെ പോയിട്ട് വന്നപ്പം ഒത്ത ഒരാളായിട്ടുണ്ടെന്നാ. വിഷ്ണു തല കുനിച്ചിരുന്നു. മീനു കൊണ്ടുവന്നു കൊടുത്ത ചായ കുടിച്ച് അത് തീർത്തിട്ട് ടംബ്ലർ മീനുവിനെ ഏൽപ്പിച്ചു. എഴുന്നേറ്റ് മീനുവിനെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ഞാൻ പോണു കേട്ടോ. ആ ശബ്ദത്തിൽ തുളുമ്പി നിന്ന വിഷാദം ചെല്ലപ്പൻ തിരിച്ചറിഞ്ഞു. വിഷ്ണു മങ്ങിയ ഇരുളിലൂടെ കൈകൾ മെല്ലെയാട്ടി സാവധാനം നടന്നകന്നു. ഒടുവിൽ അയാളെ മറച്ചു കളഞ്ഞ ഇരുട്ടിലേക്ക് തന്നെ മീനു നോക്കി നിന്നു. അധ്യായം 4. സന്ധ്യയാവുന്നു. ശ്രീദേവി നടപ്പിന് വേഗത കൂട്ടി. വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ അമ്മ പറഞ്ഞതാണ് ഇന്ന് അമ്പലത്തിൽ പോകേണ്ടെന്ന്. ഒരു ദിവസം മുടങ്ങിയെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് അറിയായികയല്ല. സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിൽ പോയി തൊഴുന്നത് പിറ്റേന്നത്തേക്ക് മാറ്റിവെച്ചിട്ടില്ല. വന്നു തൊഴുത് പ്രസാദം വാങ്ങിപ്പോയില്ലെങ്കിൽ അന്നേ ദിവസം ജീവിച്ചിരുന്നതായി തോന്നുകയില്ല. സാധാരണ ദിനചര്യകൾ പോലെ ശീലമായി പോയി. മുൻപൊക്കെ അമ്മ കൂട്ടിനുണ്ടായിരുന്നു. ഇപ്പോൾ എന്നും വരാൻ കഴിയാതായി. അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ട് അന്തർജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നുവെന്ന്. കാലം മാറിയില്ലേ? ശ്രീദേവി എന്നും തൊഴുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് എന്തു പുണ്യമുണ്ടായി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാനില്ല. 31 വർഷം ഭൂമിയിൽ ജീവിച്ചിട്ട് നീ എന്തു നേടിയെന്ന് ചോദിച്ചാലും മനസ്സ് തേങ്ങുകയേയുള്ളൂ. ഒഴിഞ്ഞ ഒരു കൂടുണ്ടാക്കാൻ കഴിഞ്ഞുവെന്ന് വേണമെങ്കിൽ പറയാം. അതിനുള്ളിൽ മോഹങ്ങൾ ചിറകുവിടർത്താതെ, ചക്രവാളങ്ങൾ തേടി ഒന്ന് പറക്കാൻ കഴിയാതെ ഉറങ്ങുന്നു. ക്ഷേത്രം, ഇടിഞ്ഞു പൊളിഞ്ഞ കന്മതിൽ, ഗോപുരവും സ്വർണ്ണക്കൊടിമരവും ചുറ്റമ്പലവും സർവവും ജീർണാവസ്ഥയിലാണെന്നും. പുഴയിലൂടെ വലിയ കെട്ടുചങ്ങാടങ്ങളിൽ വൻപൻ കരിങ്കൽ കീറുകൾ ഇഴഞ്ഞെത്തിച്ചു നിർമ്മിച്ച ക്ഷേത്രം. ആരും കാണാത്ത നിലവറകൾ അതിനടിയിലുണ്ടത്രേ. പണ്ട് കുഞ്ഞുനാളിലെ ഓർമ്മ. ഉത്സവം, 21 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ, നെറ്റിപ്പട്ടം കെട്ടിയ 21 ഗജവീരന്മാർ, കെട്ടുതിരികൾ 21, വർണ്ണക്കുടകൾ, കമ്പക്കെട്ട്, കലാപരിപാടികൾ. ആ കാലം എല്ലാം പോയി. ശ്രീദേവി കോവിലിന് വലതുവച്ച് മുൻപിൽ വന്നു നിന്ന് തൊഴുത് പ്രസാദം വാങ്ങി. പോറ്റിയുടെ കണ്ണുകളിലെ അനുകമ്പ കാണുമ്പോൾ പേടിയാണ്. മുൻപൊക്കെ സംബന്ധാലോചനകളെക്കുറിച്ച് ചോദിക്കുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിനും മനസ്സിലായിട്ടുണ്ടാവും. മേലംകുളത്തു മനക്കിലെ ശ്രീദേവി മൂത്തു നിറച്ച് കിഴവിയായാലും മംഗല്യം ഉണ്ടാവുകയില്ലെന്ന്. ശരിയല്ലേ? തൻ്റെ 31 വർഷത്തെ ആഗ്രഹങ്ങളും ആത്മവിലാപങ്ങളും പ്രാർത്ഥനയായി ഭഗവത് സന്നിധിയിലേക്ക് ഒഴുകുന്നത് ഭഗവാൻ അറിയാഞ്ഞിട്ടാണോ? മംഗല്യഭാഗ്യം ഇല്ലാഞ്ഞിട്ടല്ലേ? അമ്പലത്തിൽ നിന്നിറങ്ങിയപ്പോൾ ആൽത്തറയിൽ 4-5 ചെറുപ്പക്കാരിരുന്ന് തന്നെ നോക്കി എന്തോ പറഞ്ഞു ചിരിക്കുന്നു. അത് കാണുമ്പോൾ ഹൃദയത്തിൽ മുൾക്കുത്തേൽക്കുന്ന വേദന. അവരും എന്നും കാണാറുള്ളതല്ലേ ഈ വരവും പോക്കും. മുൻപൊക്കെ ആൽത്തറയിൽ വന്നിരുന്ന് തോന്നിയതൊക്കെ വിളിച്ചു പറയാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. അന്ന് മനക്കിലെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങുവാൻ അനുവാദമില്ലായിരുന്നല്ലോ. വടക്കിനിയായിരുന്നു അവരുടെ സാമ്രാജ്യം. കെട്ടിനുള്ളിൽ തന്നെ കോവിൽ, പ്രതിഷ്ഠ, കാവ്, കിണർ എല്ലാം. നമ്പൂതിരി സ്ത്രീകൾക്ക് പുറത്തിറങ്ങേണ്ട ആവശ്യമേ ഇല്ല. പരപുരുഷൻ കാണാതെ നോക്കാതെ ഉൾത്തളങ്ങളിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ കഴിഞ്ഞുകൊള്ളണം. തനിച്ച് പുറത്തിറങ്ങുകയെന്നാൽ അചിന്ത്യമായിരുന്നു. പിന്നെ കാലം വന്ന് അതെല്ലാം തുടച്ചുമാറ്റിക്കളഞ്ഞു. ഇപ്പോൾ അവർക്ക് പുറത്തിറങ്ങി നടക്കാം, വിദ്യാഭ്യാസം ചെയ്യാം, അങ്ങനെ എന്തെല്ലാം മാറ്റങ്ങൾ. ആദ്യമൊക്കെ അമ്പലത്തിൽ പോകാൻ അനുവാദമില്ലായിരുന്നു. മനക്ഷയിക്കുകയും എല്ലാം തകർന്ന് താവഴികൾ പിരിയുകയും കോവിലകവും പ്രതിഷ്ഠയുമൊക്കെ മാറ്റുകയും ചെയ്തപ്പോൾ പുറത്തിറങ്ങാമെന്നായി. എന്നാലും അന്ന് തൻ്റെ കൂടെ രാധയും കൂട്ടിന് വന്നിരുന്നു. പിന്നെ അമ്മയും പുറത്തിറങ്ങി തുടങ്ങി. പിന്നെ തനിച്ചായി. ഇപ്പോൾ ആർക്കും ദൈവഭക്തിയും ഭയവും ഇല്ലാതായിരിക്കുന്നു. ഈശ്വരനെ നിഷേധിക്കാൻ കൂടി ചങ്കൂറ്റമായി. വിജയേട്ടൻ പോലും. നിത്യവും ഉഷപൂജയും ഉച്ചപൂജയും അന്ത്യശീവേലിയും അത്താഴപൂജയും ഉണ്ടായിരുന്ന ക്ഷേത്രം ഇന്നെല്ലാം ക്ഷയോന്മുഖമായിരിക്കുന്നു. സന്ധ്യയാവുന്നു. പടിഞ്ഞാറേ മാനത്ത് വലിയ ചെമ്പരത്തി ഇതളുകൾ. പാലത്തുരത്തിൻ്റെ ആകാശത്തിന് ചുവപ്പ് രാശി. അച്ഛൻ നോക്കിയിരിക്കുകയാവും. പോകുന്നതിനും വരുന്നതിനും ഇത്രയ്ക്കിത്ര സമയം വേണ്ടു എന്ന് അച്ഛന് തിട്ടമുണ്ട്. താമസിച്ചു ചെന്നാൽ സംശയമായി. ശകാരം കൊണ്ട് കാതടപ്പിച്ചു കളയും. അകലെ നടുവരമ്പിലൂടെ ആരോ വരുന്നു. വിജയേട്ടൻ്റെ നടത്ത പോലെ. വിജയേട്ടനാണോ? വ്യക്തമാകുന്നില്ല. ഈശ്വര, വിജയേട്ടൻ തന്നെ. കുറ്റിയടിച്ചുറപ്പിച്ച പോലെ കാലുകൾ നിന്നുപോയി. നെഞ്ച് വല്ലാതെ തുടിക്കുന്നു.
എത്രയോ നാളുകളായി കണ്ടിട്ട്. അച്യുതൻ നായരോ മറ്റോ പറയുമ്പോഴാണ് ആൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടോ എന്ന ശങ്ക തീരുക. എന്തോ ഗാഢമായി ചിന്തിച്ച് തലതാഴ്ത്തി വരികയായിരുന്ന വിജയൻ തൊട്ടടുത്ത് വന്നപ്പോഴാണ് മുഖമുയർത്തിയത്. വിസ്മയത്തോടെ അയാൾ ശ്രീദേവിയെ നോക്കി. ഇരുവരും ഒന്നും മിണ്ടിയില്ല. നിമിഷങ്ങളോളം ചലനമില്ലാതെ നിന്നു. ഒരാത്മബന്ധത്തിൻ്റെ സുന്ദരസ്മൃതികളും അനുഭൂതികളും തിരയടിച്ച് പതഞ്ഞുയരുകയായി ഇരു ഹൃദയങ്ങളിലും. ശ്രീദേവി ഒരു വാക്കിനു വേണ്ടി കാതോർത്തു. വിജയന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഇനി പറയേണ്ടത് ശ്രീദേവിയാണെന്ന് അയാൾ തീരുമാനിച്ചിട്ടുണ്ട്. അയാൾക്ക് പറയാനുള്ളതെല്ലാം വളരെ മുൻപേ പറഞ്ഞു കഴിഞ്ഞിരുന്നു. മുൻപ് നിറയൗവനത്തിൽ ജ്വലിച്ചിരുന്ന അവളുടെ സൗന്ദര്യത്തിന് മാറ്റു കുറഞ്ഞിട്ടുണ്ടെന്നും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും വൈരസ്യത്തോടെ അയാൾ മനസ്സിലാക്കി. കുറച്ചുകൂടി തടിച്ചിരിക്കുന്നു. പ്രസരിപ്പും മുഖകാന്തിയും കുറഞ്ഞിരിക്കുന്നു. ഇവൾ ആർക്കു വേണ്ടി ഈ ജന്മം നശിപ്പിക്കുന്നുവെന്ന് അയാൾ പകയോടെ ഓർത്തു. ഇന്നും പാലത്തുരുത്തിൻ്റെ അനർക്ക സൗന്ദര്യമാണിത്. കൺതടങ്ങളുടെ നിഴലിൽ ദുഃഖങ്ങളെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന സ്നേഹത്തിൻ്റെ സൗന്ദര്യം. പാലത്തുരുത്തിന് കറ പുരളുന്നതിന് മുൻപുണ്ടായിരുന്ന ശാലീനതയും നിഷ്കളങ്കതയും നൈർമല്യവും ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും വൃഥാ സൂക്ഷിക്കുന്ന പാഴ്ജന്മം. അബദ്ധം പിണഞ്ഞ മട്ടിൽ വിജയൻ അവളിൽ നിന്ന് നോട്ടം പിൻവലിച്ചു. അവളെ തനിയെ വിട്ടിട്ട് കടന്നുപോയി. ശ്രീദേവി തരിച്ചു നിന്നു. അയാളൊന്ന് തിരിഞ്ഞു നോക്കുമെന്നെങ്കിലും അവൾ ആശിച്ചു. ഇതിനാണോ കാത്തുനിന്നത്? ഇതാണോ പ്രതീക്ഷിച്ചത്? ആജീവനാന്ത ദുഃഖത്തിൻ്റേതായ ഒരു നിലവിളി അതിരങ്ങളിൽ വന്നു പതിച്ചു. പുടവത്തുമ്പുകൊണ്ട് കണ്ണുകൾ തുടച്ചിട്ട് അവൾ തിരിഞ്ഞു നടന്നു. കൈയടക്കാൻ കുതിച്ചുവെച്ച ഒരു നിധി അപ്പാടെ കത്തിയെരിഞ്ഞു പോയതായി അവൾക്ക് തോന്നി. എത്രനാൾ കൂടിയാണ് കണ്ടത്? എത്രയോ കൊതിച്ചിരുന്നിട്ട്. എന്നിട്ട് ഒരു വാക്ക്. സംവത്സരങ്ങൾക്ക് മുൻപേ നിർമ്മാല ചാർത്തി പൂജിച്ച് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ സ്നേഹത്തെ മനസ്സിൽ കാത്തുസൂക്ഷിച്ചു വെച്ച പെണ്ണിനോട് അച്ഛനോടുള്ള വാശി തീർക്കുന്നത് എന്നോട് തന്നെ വേണം. എല്ലാ കുറ്റങ്ങളും ഏറ്റുവാങ്ങാൻ ഞാനുണ്ടല്ലോ. ശ്രീദേവി തേങ്ങൽ കടിച്ചടക്കി. പടിപ്പുര കടക്കുമ്പോഴേക്കും മരക്കൂട്ടങ്ങളിൽ നിന്ന് ഇരുൾ ചിറകടിച്ച് പറന്നു തുടങ്ങിയിരുന്നു. ചക്രവാളത്തിൽ നിന്ന് ഓലക്കീറുകൾക്കിടയിലൂടെ കടന്നുവരുന്ന അരണ്ട സന്ധ്യാപ്രകാശത്തിൽ മന ഒരു പ്രേതാലയം പോലെ തോന്നി. അമ്മയാവും വിളക്കു കൊളുത്തിയത്. പൂമുഖത്ത് അച്ഛൻ. കൈപ്പലകൾക്ക് കുറുകിയിട്ട പലകയിൽ കാലുകൾ ഉയർത്തിവെച്ച് രാജകീയ ഗർവോടെയുള്ള ഇരിപ്പ്. കാലത്തിനും മാറ്റത്തിനും ചെവി കൊടുക്കാതെ മാനിക്കാതെ ശ്രീദേവി കടന്നുപോയപ്പോൾ നമ്പൂതിരിപ്പാട് ഇരുത്തിമൂളി. ശബ്ദഘോഷത്തോടെ കോളാമ്പിയിലേക്ക് മുറുക്കാൻ തുപ്പി. ഭാരതി അന്തർജനം തൂക്കുവിളക്ക് കൊണ്ടുവന്ന് മച്ചിൽ തൂക്കി. നമ്പൂതിരിപ്പാട് അങ്ങോട്ട് എഴുന്നേറ്റ് ചെന്നു. അവളെന്താ ഇന്നെത്ര താമസിച്ചത്? ആരാ? ഇവിടെ എത്രണ്ണമുണ്ട്? ശ്രീദേവിയുടെ കാര്യ? അവള് നേരം പോയാ തിരിച്ചത് തന്നെ. ക്ഷേത്രം ക്ഷേത്രം പോവണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. പോയിട്ടെന്താ പുണ്യം? നല്ല കാര്യമായി. അമ്പലത്തിൽ പോണേന് എങ്ങനെയാ കുറ്റം പറയുക? ഒത്തുകളിയൊന്നും എനിക്കറിയില്ലെന്ന് വെക്കണ്ടാട്ടോ. ഇവിടുത്തെ തോന്നലവക്കെയും പെണ്ണ് പ്രായം കഴിഞ്ഞ് നിൽക്കുകയാണെന്ന ഓർമ്മയുണ്ടോ? അമ്പലവും വീടുമായിട്ട് കഴിഞ്ഞാൽ മതിയോ? ഞാനിപ്പം എന്താ ചെയ്യുക? നമ്പൂതിരിപ്പാട് ക്ഷുഭിതനായി. എത്ര സംബന്ധാലോചന കൊണ്ടുവന്നോ? അവൾക്ക് പിടിക്കില്ല. പാലക്കാട്ടുനിന്ന് ആ മിത്രൻ നമ്പൂതിരിയുടെ സംബന്ധാലോചന വന്നില്ലേ? 1000 നിലവും തെങ്ങും തോപ്പും മാളിക വീടും ഒക്കെയുള്ള രാജകുടുംബം മാറുന്നില്ലേ? എന്നിട്ടെന്തായി? സംബന്ധം ആലോചിക്കുകയേ വേണ്ടെന്ന് ആ മൂദേവി നമ്പൂതിരിയുടെ മുഖത്തു നോക്കി പറഞ്ഞില്ലേ? അവളുടെ ഒരു ചങ്കുറ്റം. അവൾക്ക് ഇഷ്ടമില്ലാത്തത് വേണ്ടെന്നങ്ങോട്ട് പറഞ്ഞു. അത്രയല്ലേ ഉള്ളൂ. അവള് അപമാനിക്കുകയല്ലായിരുന്നോ? അവൾക്ക് ഇഷ്ടമുള്ള സംബന്ധം അങ്ങോട്ട് നടത്തിയച്ചാൽ പിന്നെ? നമ്പൂതിരിപ്പാടിൻ്റെ മുഖം ഇരുണ്ടു. കവിളുകൾ വിറച്ചു. ആ കമ്മ്യൂണിസ്റ്റുകാരന്, നസ്രാണിയുടെ എരുത്തിലിൽ കിടക്കണ ഏഫിന് അവളെ കൊടുക്കണമെന്നാൽ എൻ്റെ സഞ്ചയനം കഴിയണം. എന്തു പറഞ്ഞാലും സഞ്ചയനം. ഒന്നോർത്തു നോക്കിയാൽ അവനും ഈ തറവാട്ടിൽ ജനിച്ചു വളർന്നതല്ലേ? പോകാൻ. നമ്പൂതിരിപ്പാട് അലറി. അദ്ദേഹം മാറത്തെ രോമക്കാട്ടിൽ വിരലുകൾ ഒഴിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ചുമരിൽ കറുത്ത നിഴൽ വളർന്നു വലുതാവുകയും വീണ്ടും ചെറുതാവുകയും ചെയ്തു. ഭാരതി അന്തർജനം പിന്തിരിഞ്ഞു. ശ്രീദേവി അപ്പുറത്ത് ചുമർ ചാരി എല്ലാം കേട്ടു നിൽക്കുന്നു. ഒന്ന് ആശ്വസിപ്പിക്കാൻ കൂടി കരുത്തില്ല. ഇത്രയും സംസാരിച്ചപ്പോഴേക്കും തളർന്നു. ക്ഷോഭം താങ്ങാനുള്ള കരുത്ത് മനസ്സിനും ശരീരത്തിനുമില്ല. അകത്തളത്തിൽ കുരുങ്ങിപ്പോയ ജീവിതമാണത്. മകളുടെ ജീവിതം കത്തിയുരുകുന്നത് സഹിക്കാഞ്ഞാണ് നമ്പൂതിരിപ്പാടിനോട് നേരിട്ട് വാക്കോട് വാക്ക് ഉരിയാടാൻ തുടങ്ങിയത്. എല്ലുന്തി രോഗിണിയായി ഇനി നഷ്ടപ്പെടാൻ ഹൃദയമിടിപ്പല്ലാതെ മറ്റൊന്നുമില്ലെന്നായപ്പോഴാണ് ധൈര്യമായി പൂമുഖത്തേക്ക് കടന്നു ചെന്നത്. അന്ന് നമ്പൂതിരിപ്പാട് അന്താളിച്ചു പോയി. മേലംകുളത്തിൻ്റെ പൂമുഖത്തേക്ക്
ഒരന്തർജനം ധൈര്യമായി കടന്നു ചെല്ലുക. കാരണവരും ഭർത്താവുമായ നമ്പൂതിരിപ്പാടിനോട് കണ്ണോട് കണ്ണ്, മുഖത്തോട് മുഖം നോക്കി ചോദ്യം ചോദിക്കുക. വാക്കിനൊപ്പം വാക്കുരിയാടുക. വേണ്ടിവന്നു. എന്നിട്ടെന്ത് ഫലമുണ്ടായി? താമസിച്ചു പോയിരുന്നു. എങ്കിലും പിന്നീട് തോന്നുമ്പോഴൊക്കെ നേരിട്ട് സംസാരിക്കുന്നു. നേരത്തെ വേണ്ടതായിരുന്നു. അന്ന് ധൈര്യം തോന്നിയിരുന്നെങ്കിൽ എത്രയെത്ര അത്യാഹിതങ്ങൾ ഒഴിവാക്കാമായിരുന്നു. ഇപ്പോൾ പൂമുഖത്തേക്ക് ചെന്നാൽ രക്ഷപ്പെടാനുള്ള വ്യഗ്രതയാണ് അദ്ദേഹത്തിന്. അല്ലെങ്കിൽ വിഷയം മാറ്റാനുള്ള ശ്രമം, അതുമല്ലെങ്കിൽ ഷോപ്പിച്ചലറി മനം കലക്കുക. ഭാരതി അന്തർജനം തെക്കിനിയുടെ കോണിപ്പടിക്ക് ചുവട്ടിൽ ചെന്ന് നിന്ന് വിഷ്ണുവിനെ 2-3 ആവർത്തി വിളിച്ചു. മറുപടി ഉണ്ടായില്ല. മുകളിലത്തെ മുറിയിൽ അടച്ചിട്ടിരുന്ന നിലാവിനെ കിനാവു കാണുകയായിരിക്കും. അവൻ്റെ തല അങ്ങനെ തിരിഞ്ഞുപോയി. പകൽ മുഴുവൻ പറമ്പിലും പാടത്തും അലയുകയായിരുന്നത്രേ. രാവിലെ പറഞ്ഞതാണ് ഒന്ന് പോയി വിജയനെ കണ്ടിട്ട് വരാൻ. പോയിട്ടുണ്ടാവില്ല. കാണുന്ന കീഴ്ജാതിക്കാരുടെയെല്ലാം തോളിൽ കൈയിട്ട് നടക്കുകയല്ലേ പണി. അവർ ചൂണ്ടയിടുന്നതോ വല വീശുന്നതോ നോക്കിയിരിക്കും. നേരത്തും കാലത്തും ആഹാരം കഴിക്കില്ല. കാണുന്ന ചെറുമരുടെയൊക്കെ വീട്ടിൽ നിന്ന് വലുതും വാങ്ങിത്തിന്നാനോ കരിക്കിടിയിച്ച് കുടിക്കാനോ ഒരു മടിയുമില്ല. അദ്ദേഹം പൂമുഖത്തെ ചിത്രത്തൂണിൽ കെട്ടിയിട്ടടിച്ച് പുറം പൊളിച്ചിട്ടുണ്ട്. ഫലമുണ്ടോ? തലതിരിഞ്ഞാൽ പിന്നെ എന്താണ് വയ്യാത്തത്? ചെറുപ്പം മുതൽക്ക് ചെല്ലപ്പൻ്റെ കൂടെ കൂട്ട്. ജാതിയെക്കുറിച്ചൊരു വിചാരവുമില്ല. എപ്പോഴും ചെല്ലപ്പൻ്റെ കൂടെ. സഹി കെട്ടിട്ടാണ് ചെല്ലപ്പനെ കുടിയിറക്കിയത്. 2 വർഷം കഴിഞ്ഞ് ചെല്ലപ്പൻ മടങ്ങിവന്ന് കടത്തിട്ടപ്പോൾ കുറേക്കാലം അവൻ്റെ കൂടെ വള്ളം തുഴഞ്ഞു നടക്കലായിരുന്നു വിഷ്ണുവിൻ്റെ പണി. മനക്കിലെ പുറമ്പോക്കിൽ നിന്ന് ചെല്ലപ്പനെ കുടിയിറക്കാൻ നോക്കിയപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഒറ്റക്കെട്ടായി നിന്ന് എതിർത്തു. അവരാണ് വീട് വെച്ചു കൊടുത്തതും വള്ളം വിട്ടുകൊടുത്തതും. വിജയൻ പോലും കമ്മ്യൂണിസ്റ്റായി നിന്ന് അദ്ദേഹത്തെ എതിർത്തു. പിന്നെങ്ങനെ അദ്ദേഹത്തിന് അവനോട് വൈരാഗ്യമുണ്ടാകാതിരിക്കും? അവസാനം വിഷ്ണുവിനെ വീട്ടിൽ കയറ്റില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ചെല്ലപ്പനുമായുള്ള ചങ്ങാത്തം കുറഞ്ഞത്. എന്നാലും വല്ലപ്പോഴും ഒളിച്ചും പതുങ്ങിയും പോകുമായിരുന്നു. അതൊക്കെ സഹിക്കാം. ശനിയാഴ്ചയും ഞായറാഴ്ചയും ചന്തയിൽ ചീട്ട് കളിക്കുന്നിടത്തും മറ്റും മനക്കിലെ ഒരേയൊരു ആൺതരി ചെന്ന് വയൽ നോക്കിയിരിക്കുന്നത് എങ്ങനെ സഹിക്കും? സഹി കെട്ടപ്പോൾ പാലക്കാട്ട് പറഞ്ഞുവിട്ടു. അങ്ങനെയെങ്കിലും മനസ്സ് മാറട്ടെ എന്ന് കരുതി. ഏട്ടത്തിക്ക് മക്കളില്ലാത്തതുകൊണ്ട് തൻ്റെ കുട്ടികളെ കൊണ്ടുപോയി കൂടെ താമസിപ്പിച്ചിട്ടാണ് അവർ മക്കളില്ലാത്തതിൻ്റെ ദുഃഖവും സ്നേഹവാത്സല്യങ്ങളുടെ ദാഹവും തീർക്കുന്നത്. ഭാരതി, നിനക്ക് 2 കുഞ്ഞുങ്ങളില്ലേ? ഒന്നിനെ എനിക്ക് തരൂ എന്ന് ഏട്ടത്തി കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട്. എല്ലാം മുൻകൂറായി ശ്രീദേവിയുടെയോ വിഷ്ണുവിൻ്റെയോ പേരിൽ എഴുതിത്തരാമെന്നും പറഞ്ഞു. ഏതെങ്കിലും ഒരമ്മ 100 മക്കളുണ്ടെങ്കിലും അതിലൊന്നിനെ അങ്ങനെ ചില ഉപാധികളിൽ മേൽ വിട്ടുകൊടുക്കാൻ തയ്യാറാവുമോ? അന്ന് മനക്കിലുണ്ടായിരുന്ന വിജയനെ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. മനസ്സുണ്ടായിട്ടല്ല, അപമാനത്തിൽ നിന്നും അവഗണനയിൽ നിന്നും രക്ഷപ്പെടട്ടെ എന്ന് കരുതി. അപ്പോൾ അവർക്കു വേണ്ട ജാരസന്തതിയാണത്രേ. അവനെ അംഗീകരിക്കാൻ എല്ലാവർക്കും മടി. ആദ്യമായി മാതൃത്വത്തിൻ്റെ ലാളന പകർന്നു കൊടുത്തത് വിജയനു വേണ്ടിയായിരുന്നു. ഒരു കുഞ്ഞിനു വേണ്ടി ദാഹിച്ചിരുന്നപ്പോൾ കളഞ്ഞു കിട്ടിയ രത്നത്തെപ്പോലെ അവനിലേക്ക് എല്ലാ സ്നേഹവാത്സല്യങ്ങളും കുത്തിയൊഴുകി. ചുറ്റോടു ചുറ്റിലും എതിർപ്പുകളുടെ നെടുങ്കൻ കോട്ടകൾ ഉയർന്നു വന്നിട്ടും അടിപതറാതെ ഓമനിച്ചു വളർത്തി. അമ്മിഞ്ഞ ഊട്ടാൻ കൊടുമ്പിരി കൊണ്ടിരുന്ന ദാഹം ആ കിളുന്ന ചുണ്ടുകളിലൂടെ തീർത്തു. മാതൃത്വത്തിൻ്റെ നിർവൃതി അനുഭവിച്ചു. മുലപ്പാലില്ലാതെ അവൻ കരഞ്ഞപ്പോൾ തീവ്രമായ വേദനയും. 23 വർഷക്കാലം. ഭാരതി അന്തർജനത്തിൻ്റെ മനസ്സിലൂടെ കാലഘട്ടങ്ങൾ ഒന്ന് തിരിഞ്ഞു മറിഞ്ഞു. എത്രയോ നാളുകളായി വിജയനെ ഒന്ന് കണ്ടിട്ട് എന്ന് അവർ ഓർത്തു. പണ്ടെന്നോ അമ്പലത്തിൽ പോയി വരുമ്പോൾ കണ്ടതാണ്. മനക്കിലേക്ക് കയറുകയില്ലെന്നത് അവൻ്റെ വാശി. അവൻ്റെ അടുത്തേക്ക് പോകാൻ കഴിയുന്നുമില്ല. പോയെന്നറിഞ്ഞാൽ അദ്ദേഹം ഭൂമി കീഴ്മേൽ മറിക്കും. ശ്രീദേവി അമ്പലത്തിൽ പോകുമ്പോൾ വിജയനെ കാണുന്നുണ്ടോ എന്ന് സംശയിച്ചിട്ടാണ് അവൾ തൊഴാൻ പോകുന്നതിൽ ഇത്ര വിരോധം. വിജയനുമായി കണ്ടുപോകരുതെന്നാണ് കൽപ്പന. അവർ തമ്മിൽ സന്ധിക്കുന്നുണ്ടോ എന്നറിയാൻ അച്യുതൻ നായരെ ഏർപ്പെടുത്തിയിരിക്കുന്നു. വിഷ്ണു വിജയനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ വിശേഷങ്ങളും അറിയാമായിരുന്നു. ഭാരതി അന്തർജനം ബന്ധപ്പെട്ട് കോണിപ്പടി കയറി. അധ്യായം 5. വിഷ്ണു ചുറ്റും നോക്കി. ആരെയും കാണാനില്ല. വള്ളം കെട്ടിയിട്ടിരിക്കുകയാണ്. പുഴയിൽ ഓളങ്ങളിളകുന്ന ശബ്ദം കാതിൽ വന്ന് അലച്ചുകൊണ്ടിരുന്നു. ചെല്ലപ്പനെ വിളിക്കണമെന്ന് തോന്നി. വേണ്ടെന്ന് വെച്ചു. ചെല്ലപ്പനില്ലെന്നറിഞ്ഞുകൊണ്ട് എന്തിനു വിളിക്കുന്നു? എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് തന്നെ അറിഞ്ഞുകൂടാ. ചെല്ലപ്പനെ കാണാനില്ല. ചെല്ലപ്പൻ ഇവിടെ കാണുകയില്ലെന്നറിയാമായിരുന്നു. മീനുവിനെ കാണാനല്ലേ? സംശയമെന്ത്? തുറന്ന് സമ്മതിക്കാൻ എന്തിനു മടി? അവളെ കാണാനും ഇത്തിരി നേരം സംസാരിച്ചിരിക്കാനും തന്നെ വന്നത്. ചെല്ലപ്പൻ മാത്രമുള്ളപ്പോഴും വരുമായിരുന്നു.
വാസ്തവത്തിൽ എന്തെങ്കിലും പറഞ്ഞിരിക്കാൻ ഒരാൾ വേണം. തൻ്റെ ഭാഷ മനസ്സിലാകുന്നവരായിരിക്കണം. ലോകത്തിൻ്റെ ആശയക്കുഴപ്പങ്ങളെക്കുറിച്ചും യുദ്ധത്തെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചും കടമകളെക്കുറിച്ചും ഒട്ടും തന്നെ ചിന്തിക്കാനില്ലാത്ത പറയാനില്ലാത്ത ഒരാളായിരിക്കണം. മീനുവിന് വലിയ ചുമതലകളില്ല. അവൾക്ക് ചിന്തിച്ച് തല പോയിക്കാൻ വമ്പിച്ച പ്രശ്നങ്ങളില്ല. താൻ എന്തെങ്കിലും പറഞ്ഞാൽ അവൾക്ക് രസിക്കും. അവൾ പറഞ്ഞാൽ തനിക്കും രസിക്കും. വിഷ്ണു പുഴക്കരയിൽ നിന്ന് മീനുവിനെ 1-2 ആവർത്തി വിളിച്ചു. മറുപടി ഉണ്ടായില്ല. അയാൾ കുറേ നേരം കൂടി അവിടെ നിന്നു. പിന്നെ വള്ളത്തിൻ്റെ കെട്ടഴിച്ച് തള്ളിയിറക്കി വള്ളത്തിൽ കയറിയിരുന്ന് നേരെ മുകളിലേക്ക് തുഴഞ്ഞു. ചെല്ലപ്പൻ്റെ കൂടെയായിരുന്നു വള്ളം തുഴയാൻ പഠിച്ചത്. വിഷ്ണു ഒരു സ്വപ്ന സമാധിയിലെന്ന വണ്ണം ഏതോ ചിന്തയിൽ മുഴുകിയിരുന്ന് വള്ളം തുഴഞ്ഞ് കയറിപ്പോയിക്കൊണ്ടിരുന്നു. പുഴയുടെ ഓരം പറ്റി അയാൾ മെല്ലെ നീങ്ങി. പുഴയ്ക്കും മീതെ മേലാപ്പ് കെട്ടിയ ചോലമരങ്ങൾ പുഴയിൽ നിഴലുകൾ വീഴ്ത്തിയിരുന്നു. പഞ്ചായത്ത് കടവ് വരെ തുഴഞ്ഞുപോയി. അവിടെ തുറസായ ഭാഗമാണ്. ചുറ്റുപാടുകൾ വ്യക്തമായി കാണാം. ചന്തയും പാടങ്ങളും തെങ്ങിൻ തോപ്പും അതിനപ്പുറം മരക്കൂട്ടങ്ങൾക്കിടയിൽ വീടുകളും കണ്ടു. മന കാണാൻ വയ്യ. അച്യുതൻ നായർ തന്നെ കണ്ടാൽ ഉടൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞുകൊടുക്കും. വിഷ്ണുകുഞ്ഞ് ചെല്ലപ്പൻ്റെ വള്ളം തുഴഞ്ഞു നടക്കണ കണ്ടു. പിന്നെ വീട്ടിലേക്ക് ഒളിച്ചു കയറിയാൽ മതി. അല്ലെങ്കിൽ തല്ലുകൂടി കിട്ടിയെന്ന് വരും. വിജയേട്ടനെ ചെന്ന് കാണണമെന്ന് അമ്മ പറഞ്ഞിരുന്നത് അയാൾ ഓർമ്മിച്ചു. 2-3 ദിവസമായി പറയുന്നു. ഏട്ടനെ ചെന്ന് കാണാൻ പേടിയാണ്. പരുഷമായേ സംസാരിക്കൂ. സംസാരത്തിൽ നിറയെ കുത്തുവാക്കുകളുണ്ടാവും. ഓപ്പോളെ കണ്ടിട്ട് മിണ്ടിയില്ലെന്നല്ലേ പറഞ്ഞത്? ഏട്ടന് മനക്കിലുള്ള എല്ലാവരോടും വാശിയാണ്. 23 കൊല്ലം മനക്കിൽ താമസിച്ചതല്ലേ? എന്നിട്ടും വാശി. അമ്മ ഒരിക്കൽ തീരെ കിടപ്പിലായിട്ടും വിജയേട്ടൻ കാണാൻ വന്നില്ല. അമ്മ എത്രയോ തവണ ആളയച്ചു, വന്നില്ല. അന്ന് അമ്മ കരഞ്ഞു. തന്നോടും ഓപ്പോളോടും ഉള്ളതിനേക്കാൾ സ്നേഹം അമ്മയ്ക്ക് വിജയേട്ടനോടാണ്. അന്നും ഇന്നും. വിജയേട്ടനും സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അച്ഛനോടുള്ള പകയും വൈരാഗ്യവും. ഓപ്പോളെ വിജയേട്ടന് വേളി കഴിച്ചു കൊടുക്കണമെന്നാണ് അമ്മയുടെ മോഹം. ഓപ്പോളുടെ മോഹവും മറിച്ചല്ല. കുട്ടിക്കാലം മുതൽ ആരംഭിച്ച സ്നേഹം, ആത്മബന്ധം. പക്ഷേ അച്ഛന് ജീവനുള്ള കാലം സമ്മതിക്കില്ല. വിജയേട്ടൻ ജാരസന്തതിയാണത്രേ. പിഴച്ചുപെറ്റുണ്ടായവൻ, കമ്മ്യൂണിസ്റ്റുകാരൻ, നസ്രാണിയുടെ എരുത്തലിൽ കിടക്കുന്നവൻ. അങ്ങനെയുള്ള ഒരാൾക്ക് മനക്കിലെ കുട്ടിയെ അച്ഛൻ വേളി കഴിച്ചു കൊടുക്കുമോ? ആരുടെ ഭാഗമാണ് തെറ്റെന്നോ ആരുടെ ഭാഗമാണ് ശരിയെന്നോ അറിഞ്ഞുകൂടാ. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. വിജയേട്ടനും ഓപ്പോളും കാത്തിരിക്കുകയാണ്. രണ്ടാൾക്കും പ്രായം കുറേയായി. വിജയേട്ടനൊരു 35 വയസ്സെങ്കിലും ആയിട്ടുണ്ടാവും. എന്നിട്ടും വിവാഹം കഴിക്കാതെ കാത്തിരിക്കുന്നത് ഓപ്പോൾക്ക് വേണ്ടിയല്ലെങ്കിൽ പിന്നെ ആർക്കു വേണ്ടിയാണ്? പക്ഷേ അച്ഛൻ്റെ മരണം കഴിഞ്ഞേ വിവാഹം നടക്കൂ. അത് നിശ്ചയം. അപ്പോഴേക്കും രണ്ടാളും മൂത്തു നരയ്ക്കും. ഓപ്പോൾക്ക് എത്രയെത്ര സംബന്ധാലോചനകൾ വന്നു. അതെല്ലാം അമ്മയും ഓപ്പോളും കൂടി തട്ടി നീക്കി. ഒരാലോചന നടത്താൻ അച്ഛൻ തീരുമാനിച്ചുറച്ചു. ഓപ്പോൾ നേരിട്ട് ആലോചനക്കാരോട് പറഞ്ഞു, ഈ ബന്ധം ഇഷ്ടമല്ലെന്ന്. ഓപ്പോളുടെ തൻ്റെയിടം. അന്നാണ് അച്ഛൻ ഓപ്പോളെ തല്ലുന്നത് കണ്ടത്. കവിള് രണ്ടും പൊട്ടുന്നതുവരെയുള്ള അടി. എന്നിട്ടും ഓപ്പോൾ പറഞ്ഞു, ഇനി സംബന്ധം ആലോചിക്കേണ്ട എന്നും ആലോചനയ്ക്ക് വരുന്നവരോട് വേണ്ടെന്ന് നേരിട്ട് പറയുമെന്നും. അതൊരു ഭയങ്കര ചങ്കൂറ്റമായിരുന്നു. അമ്മയുണ്ടായിരുന്നല്ലോ തുണയ്ക്ക്. വിജയേട്ടനും ഓപ്പോളും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് ചെറുപ്പം മുതലേ അറിയാം. അന്ന് വിജയേട്ടനും ഓപ്പോളും താനും ഒരു കൂട്ടായിരുന്നു. ഒരുമിച്ചേ എവിടെയും പോകൂ, ഒരുമിച്ചേ ഉണ്ണൂ. വിജയേട്ടൻ മനക്കിൽ നിന്നിറങ്ങിപ്പോരുന്നതുവരെ അങ്ങനെയായിരുന്നു. അത് സുന്ദരമായ ഒരു കാലഘട്ടമായിരുന്നു. എല്ലാം പോയി. വിഷ്ണു വള്ളം താഴേക്ക് തുഴഞ്ഞു. കുറെ താഴെ എത്തിയപ്പോൾ മീനു വള്ളക്കടവിൽ നിൽക്കുന്നത് കണ്ടു. അവൾ പരിഭ്രമിച്ച് ചുറ്റുപാട് നോക്കുന്നു. പിന്നെ പുഴവക്കത്തുകൂടി താഴേക്ക് ധൃതിയിൽ നടന്നു പോകുന്നു. പുഴവക്കത്ത് ആരോ ഒരാൾ കൂടിയുണ്ട്. അക്കരെ പോകാൻ വന്നതാവും. വള്ളം താനെ ഒഴുകിപ്പോയെന്ന് കരുതി മീനു പരിഭ്രമിക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ വിഷ്ണു വേഗം തുഴഞ്ഞു. പറയാതെ വള്ളമെടുത്തു കൊണ്ടുവന്നത് മണ്ടത്തരമായി. മണ്ടത്തരമേ കാട്ടിയിട്ടുള്ളൂ. വള്ളം ഇവിടെയുണ്ട്, വിഷ്ണു വിളിച്ചു പറഞ്ഞു. അയാൾ ശീഘ്രം തുഴഞ്ഞ് വള്ളക്കടവിലെത്തി. മീനു പുടവത്തുമ്പുയർത്തി കണ്ണു തുടയ്ക്കുന്നത് അകലെ നിന്ന് കണ്ടിരുന്നു. അടുത്തു ചെന്നപ്പോൾ മനസ്സിലായി, അവൾ ഏങ്ങലടിച്ച് കരയുകയാണ്. കലങ്ങിയ കണ്ണുകൾ, കവിളിലൂടെ കുതിച്ചു ചാടുന്ന നീർത്തുള്ളികൾ. വിഷ്ണു പരിങ്ങി. അയാൾക്ക് വേദന തോന്നി. ചെത്തുകാരൻ കുമാരനാണ് അക്കരെ പോകാൻ വന്നിരിക്കുന്നത്. അയാൾ പറഞ്ഞു, വിഷ്ണുക്കുഞ്ഞ് നല്ല പണിയാ കാട്ടിയത്. ഈ പെങ്കൊച്ച് വള്ളം ഒഴുകിപ്പോയെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു കരയുന്നു. അക്കരെ പോകാനാണോ? വിഷ്ണുകുമാരനോട് പണിപ്പെട്ട് ചോദിച്ചു. അതെ. കയറിക്കോളൂ, ഞാൻ കൊണ്ടുവിടാം. കുമാരൻ ഒന്നും അടിച്ചു. ചുറ്റും നോക്കിയിട്ട് വള്ളത്തിൽ കയറി.
കുമാരനെ അക്കരെ എത്തിച്ച ശേഷം വിഷ്ണു ഇക്കരയ്ക്ക് തുഴഞ്ഞു. മീനുവിനെ എന്തു പറഞ്ഞാണ് സമാധാനിപ്പിക്കുക? തനി മടയത്തരമാണ് കാട്ടിയത്. അവൾ വല്ലാതെ പരിഭ്രമിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ കരയുമോ? വിഷ്ണുവിന് തന്നോട് തന്നെ കഠിനമായ ദേഷ്യം തോന്നി. മീനുവിൻ്റെ അടുത്ത് വള്ളം എത്തിച്ച ശേഷം അയാൾ വള്ളത്തിൽ തന്നെ ഇരുന്നു. അവൾ കാണാതെ പുഴയിൽ ചാടി മുങ്ങിക്കളയണമെന്ന് തോന്നി. അല്ലെങ്കിൽ മിണ്ടാതെ എഴുന്നേറ്റോടിയാലോ? അയാൾ ആകെ കൂടി എന്തു വേണമെന്നറിയാതെ പരിങ്ങി. ഇടയ്ക്ക് അയാൾ തെറ്റ് ചെയ്ത കൊച്ചുകുട്ടി ഒളിഞ്ഞു നോക്കും പോലെ ഇടം കണ്ണിട്ട് അവളെ നോക്കി. കരച്ചിൽ നിർത്തിയിട്ട് അവൾ മുഖം തുടയ്ക്കുകയാണ്. വിഷ്ണുവിൻ്റെ പശ്ചാത്താപ വിവശമായ ഇരിപ്പും പരിങ്ങലും കുറ്റവാളിയെപ്പോലെ ഒളിഞ്ഞുള്ള നോട്ടവും കണ്ടപ്പോൾ മീനുവിന് ചിരി വന്നുപോയി. ദേഷ്യപ്പെട്ട് വല്ലതും 4 വാക്ക് പറയണമെന്നാണ് അവൾ വിചാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അവൾക്ക് ഒന്നും പറയാൻ തോന്നിയില്ല. കഴിയുന്നത്ര ഗൗരവം ഭാവിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, അയാൾ വന്ന് വിളിച്ചപ്പം ഞാൻ നോക്കിയിട്ട് വള്ളം കാണുന്നില്ല. ഞാൻ വിചാരിച്ചു കെട്ടഴിഞ്ഞൊഴുകിപ്പോയി കാണുമെന്ന്. പേടിച്ചുപോയി. അവൾ ഗൗരവം വിട്ടെന്ന് കണ്ടപ്പോൾ അയാൾക്ക് ആശ്വാസമായി. വള്ളം ഒഴുകിപ്പോയ തന്നെ. ഞാൻ ചെന്ന് പിടിച്ചുകൊണ്ട് വരികയായിരുന്നു. മീനു പൊട്ടിച്ചിരിച്ചുപോയി. ചിരിച്ചുകുഴഞ്ഞ് അവൾ പുഴക്കരയിലിരുന്നു. വിഷ്ണുവും ചിരിച്ചു. വള്ളം മേളിലേക്കാണോ ഒഴുകിപ്പോയത്? ചിരിയുടെ അവസാനത്തിൽ അവൾ ചോദിച്ചു. മീനുവിൻ്റെ വള്ളത്തിന് എവിടേക്കാ പോകാൻ വയ്യാഞ്ഞത്? വിഷ്ണു വള്ളത്തിൽ നിന്നിറങ്ങി. ഞാൻ വന്നപ്പോൾ മീനുവിനെ കണ്ടില്ല. വള്ളം കണ്ടപ്പോൾ തുഴയണമെന്ന് തോന്നി. ഞാൻ ആടിനെ കെട്ടാൻ പോയി. വരുമ്പം വള്ളം കാണുന്നില്ല. വിഷ്ണു മുള്ളിലവൻ്റെ ചുവട്ടിൽ ചെന്ന് വീടിന്മേലിരുന്നു. മീനു അയാളുടെ സമീപം ചെന്നു നിന്നു. അയാൾ കുമാരൻ കൊടുത്ത പൈസ മീനുവിൻ്റെ നേർക്ക് നീട്ടി. ഞാനാ വള്ളം കിടത്തിയത്. പൈസ എനിക്കുള്ളത് തന്നെ. എന്നാലും എന്നാ. മീനു അത് വാങ്ങി. ഈ കാശൊക്കെ എന്താ ചെയ്യുക? തകരപ്പെട്ടിയിൽ സൂക്ഷിച്ചു വയ്ക്കും. എന്നാ അപ്പോൾ വലിയ പണക്കാരിയായിട്ടുണ്ടാവുമല്ലോ. അണ്ണൻ പറഞ്ഞു അവസാനം എണ്ണിയാൽ മതിയെന്ന്. മീനുവിനെ വേളി കഴിപ്പിക്കുമ്പോഴോ? അവൾ എന്തോ ഓർത്തു നിന്നു. എനിക്ക് ചായയൊന്നുമില്ലേ? തിളപ്പിച്ചില്ല. തിളപ്പിക്കണോ? ഓ വേണ്ട, എനിക്ക് പോണം. അണ്ണൻ വന്നിട്ട് പോവാം. നേരമില്ല, എനിക്ക് വേറൊരിടത്ത് പോണം. വിഷ്ണു എഴുന്നേറ്റു. നാളെയും വരുവോ അണ്ണനെ കാണാൻ? എന്തിനാ വരണേ? ഞാൻ വള്ളം കട്ടുകൊണ്ട് പോയിന്ന് പറഞ്ഞു കൊടുത്തിട്ട് അണ്ണനെക്കൊണ്ട് ഇടിപ്പിക്കാനല്ലേ? വിഷ്ണു ചിരിച്ചു. ഞാൻ പറഞ്ഞാലും അണ്ണൻ ഇടിക്കത്തില്ലല്ലോ. ഇന്ന് കാര്യമായിട്ട് പറഞ്ഞോളൂ. ചിലപ്പോൾ ഇടിച്ചേക്കും. വള്ളം മോഷ്ടിച്ച കേസല്ലേ, ചുമ്മാ വിടില്ല. ഞാൻ പറയണില്ല. എന്നാൽ ഞാൻ പറഞ്ഞോളാം. എനിക്കിടി വെക്കണമെന്നുണ്ട്. ഒത്തിരി കാലമായി ചെല്ലപ്പനും ഞാനൂടെ ഒന്നടിച്ചിട്ട്. അണ്ണനെ ജയിക്കത്തുള്ളൂ. അത് കളകുട്ടിയെ. നാളെ കണ്ടോളൂ ആരാ ജയിക്കണമെന്ന്. മീനു വിഷ്ണുവിൻ്റെ ദേഹമാകെ വിസ്തരിച്ചൊന്നു നോക്കി. അണ്ണനോട് കിടപിടിക്കുകയില്ല. അണ്ണനെ ജയിക്കത്തുള്ളൂ. അവൾ ചിരിച്ചുകൊണ്ട് ആവർത്തിച്ചു. വിഷ്ണു നെഞ്ചു വിരിച്ച് പട്ടാളക്കാർ നിൽക്കും പോലെ നിവർന്നു നിന്നു. എന്നിട്ട് മസിൽ പിടിച്ചു നോക്കി. ഞാനത്ര മോശമൊന്നുമല്ല കുട്ടിയെ. മീനു കുലുങ്ങിച്ചിരിച്ചു. പണ്ടൊക്കെ തോപ്പിൽ വെച്ചും പുഴയിൽ വെച്ചും ഗുസ്തി പിടിക്കുമ്പോൾ ചെല്ലപ്പനായിരുന്നു തോറ്റത് കേട്ടോ. അണ്ണനിപ്പം ഭയങ്കര തടിയാ. ഞാൻ ഇന്നാൾ കണ്ട തടി തന്നെയല്ലോ. അപ്പോൾ ഞാൻ പോണ്. വിഷ്ണു തിടുക്കത്തിൽ നടന്നു. കുറെ ചെന്നിട്ട് തിരിഞ്ഞു നോക്കി. മീനു ഇലവിൻ്റെ ചോട്ടിൽ തന്നെ നിൽക്കുന്നു. പാവം കുട്ടി, അയാൾ വിചാരിച്ചു. ഈശ്വര, അവളെ വേദനിപ്പിക്കരുതേ. വിഷ്ണു മൗനമായി കേണു. കുറച്ചു സമയം കൂടി കഴിഞ്ഞിട്ട് പോന്നാൽ മതിയായിരുന്നു. ചെല്ലപ്പൻ വരുന്നതുവരെ അവളോട് സംസാരിച്ചും ചിരിച്ചും ഇരിക്കാമായിരുന്നു. സമയം പോകുന്നത് അറിയുകയില്ല. വിഷ്ണുവിന് അങ്ങോട്ട് തിരിച്ചു പോകണമെന്ന് തോന്നി. വ്യസനത്തോടെ ആ തോന്നലിനെ അടക്കി. ഇനിയുമുണ്ടല്ലോ ദിവസങ്ങൾ. ചന്തയിലെത്തിയപ്പോൾ മുച്ചീട്ടുകളിയും കറക്ക് കമ്പനിയും വെച്ചിരിക്കുന്നത് കണ്ടു. ചുറ്റും ആളുകൾ. കാശുണ്ടെങ്കിൽ കളിക്കാമായിരുന്നു. അച്യുതൻ നായർ കണ്ടാൽ അച്ഛനോട് പറയും. അച്ഛൻ ഭൂമി കുലുക്കും. മനക്കിലെ കുട്ടി ചന്തയിൽ പോയിരുന്ന പാശി കളിക്കേ. വിഷ്ണു കുറേ നേരം കണ്ടിരുന്നു. ആരെങ്കിലും ചീട്ടുപടത്തിൽ പൈസ വയ്ക്കാൻ തുടങ്ങുമ്പോൾ തനിക്ക് താല്പര്യമുള്ള പടം നിർദ്ദേശിച്ചിട്ട് വിഷ്ണു പറയും, ഇവിടെ വയ്ക്ക്. ബലമായിട്ട് പിടിച്ചു വയ്പ്പിക്കും. ഒരാൾ ഒരു പടത്തിൽ വെച്ച പൈസയെടുത്ത് വിഷ്ണു മറ്റൊരു പടത്തിൽ വയ്ക്കുകകൂടി ചെയ്തു. കുറിയടിച്ചാൽ അഭിമാനപൂർവ്വം ചിരിക്കും. ഇല്ലെങ്കിൽ തല കുനിച്ചിരിക്കും. അയാൾ പറഞ്ഞതനുസരിക്കാതെ മറ്റേതെങ്കിലും പടത്തിൽ വെച്ചിട്ട് കാശ് പോയാൽ വിഷ്ണു പരാതിപ്പെടും. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ. ആർക്കെങ്കിലും പണം കിട്ടുന്നത് വിഷ്ണുവിന് വലിയ സന്തോഷമാണ്. കാശ് കിട്ടിയവനേക്കാൾ കൂടുതൽ അഭിമാനിക്കും. കുറെ കഴിഞ്ഞപ്പോൾ വിഷ്ണു എഴുന്നേറ്റു. വിജയേട്ടനെ കാണണം. അമ്മ നിർബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. തോമസ് ചേട്ടൻ്റെ വാടക വീട്ടിലാണ് വിജയേട്ടൻ്റെ താമസം. പാലത്തുരത്തിലെ ഏറ്റവും വലിയ കച്ചവടക്കാരനാണ് തോമസ് ചേട്ടൻ. കച്ചവടം കൊണ്ട് പണമുണ്ടാക്കി. പറമ്പുകൾ വിലയ്ക്ക് വാങ്ങി. നല്ലൊരു വീടും വെച്ചു.
വിജയേട്ടൻ അനാഥനായി അലഞ്ഞു തിരിഞ്ഞപ്പോൾ സഹായിച്ചത് തോമസ് ചേട്ടനായിരുന്നു. അടുത്ത ഭാഗം നാളെ.